കാരണം ഇനി സ്വപ്നക്കാരിങ്ങനെ വരും, ഓരോരോ തരം സ്വപ്നം. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇത് ഇവിടെയാണ് കുറെ ധാരണ പിശകുകൾ. കഴിഞ്ഞ ലക്കം നുസ്രത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള നബിദിന പതിപ്പായിരുന്നു ഈ കഴിഞ്ഞല്ല, അതിന്റെ മുമ്പത്തെ ലക്കം റബീഉൽ അവ്വലിന്റെ ലക്കം. ആ റബീഉൽ അവ്വലിന്റെ ലക്കത്തിലെ ചോദ്യോത്തരത്തിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുക സ്വാലിഹീങ്ങൾക്ക് മാത്രമുള്ളതാണോ എന്ന്. അല്ല, ഫാസിഖീങ്ങളും നബി തങ്ങളെ സ്വപ്നം കാണും എന്ന് ഈ തർക്കം വിവാദമൊക്കെ ഉണ്ടാണ് എന്റെ മുമ്പ് പറയുന്നത്. ഇത് നബിദിന പതിപ്പിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിനെ ദുർനടപ്പുകാരും ഫാസിഖീങ്ങളും സ്വപ്നം കാണും എന്ന് കാണാം. അബൂജഹലിന് കാണാം റസൂലുള്ളാഹിന്റെ സ്വപ്നം. അബൂജഹലിന് തന്നെ അള്ളാഹിന്റെ റസൂൽ അബൂജഹലിനോട് വന്നിട്ട് അബൂജഹൽ കണ്ടാ പിന്നെ നബിനെ കണ്ടാ നബി തന്നെയാണ്. കാരണം അബൂജഹൽ നബിനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ കണ്ടവർ നബിയുടെ രൂപത്തിൽ വന്നാൽ അബൂജഹൽ ശരിക്കും നബിനെ കണ്ട അറിയുന്ന ആളായതുകൊണ്ട് അബൂജഹൽ നബിനെ കണ്ട ശരിയായ നബിനെന്നും അല്ല നബിനെ മനസ്സിലാക്കാം. അത് നബി പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരുത്തൻ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ കണ്ടവനാണ്, ഹക്കായി തന്നെ, സ്വപ്നത്തിലായിട്ട് മോശമല്ല. അത് ഞമ്മക്ക് ബാധകല്ല, നമ്മളാരും നബിനെ കണ്ടിട്ടില്ലല്ലോ. കാരണം നമ്മൾ അള്ളാന്റെ റസൂൽ എങ്ങനെയാന്ന് അറിയൂല, വായിച്ച വിവരം മാത്രമേ നമുക്കുള്ളൂ. തങ്ങളുടെ രൂപം നമ്മളെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തങ്ങളെ കണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തങ്ങളെ കണ്ടു നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. തങ്ങളുടെ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. തങ്ങൾക്കൊരു ഫോട്ടോ അല്ല, അതുമില്ലല്ലോ. ആരെയും വരച്ചിട്ടുള്ള ഫോട്ടോ ഇല്ല. പണ്ട് ഏതോ അഹ്ലി കിതാബുകൾ എടുത്തുണ്ട് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അഹ്ലി കിതാബുകൾ ശേഖരിച്ചു വരുന്ന അമ്പിയാക്കന്മാരിൽ നിന്ന് പതിഞ്ഞു കിട്ടിയെന്തോ. അത് ചിലപ്പോ അമ്പിയാക്കന്മാർ കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും ലിഖിതമായ അള്ളാഹുവില്ലാൽ നൽകപ്പെട്ടിരിക്കുന്ന രേഖകളാകാം. പക്ഷെ നമ്മളെ ഉമ്മത്ത് നബിനെ കണ്ടിട്ടില്ലല്ലോ, ഈ കാണുന്ന 10 ഉമ്മത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥത്തിൽ കണ്ടാൽ തന്നെ തങ്ങളെ കണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് പിശാചിന് വന്ന് പറയാം ഞാൻ നബിയാണ്. നബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാചിന് കഴിയില്ല. ഏത് രൂപം? സാക്ഷാൽ രൂപം. പക്ഷെ നബിന്റെ സാക്ഷാൽ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ കാണുന്ന രൂപം പ്രാപിക്കാൻ പിശാചിന് പറ്റും. കാണാത്ത പൊട്ടന്മാരെ പറ്റിക്കാൻ പിശാച് നല്ലോണം മെനക്കെടും. അതിൽ സ്വപ്നത്തിന് നല്ല മാർക്കറ്റുള്ള കാലം വരുമ്പോ പിശാച് പിന്നെ അതന്നെ എടുക്കുക. അല്ലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ മാർക്കറ്റ് ഏതാ, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാന്നൊക്കെ നല്ലോണം തിരിയുന്ന ആളാ ഈ പിശാച്. പിശാച് തന്നെ ഈ ചോദന എന്നറിയുന്നത് നല്ലോണ്ട്. അത് ഡിമാൻഡ് എന്തിനാന്ന് നല്ലോണം പിശാച് നോക്കും. ആ ഡിമാൻഡ് നോക്കിയിട്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ പിശാച് നോക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഡിമാൻഡ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പിശാച് ഇപ്പൊ നല്ലൊരു സ്വപ്നത്തിന്റെ കാലാന്ന് മനസ്സിലാക്കിയ സ്വപ്നത്തിന് ഇങ്ങനെ വരും ഞാൻ നബിയ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് നബിയാന്ന് കണ്ടോൻ നബിനെ ഉറപ്പിക്കാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ ഒന്ന്, കണ്ടോന് അബൂജഹല് കാണാം. അബൂജഹലിനോട് ഇപ്പൊ നബി പറയാ നിന്നെ ഞാൻ അഹ്റമാക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ അറബിൽ അബൂജഹലിനോട് പറഞ്ഞിട്ട് അബൂജഹൽ ഇങ്ങനെ കണ്ടൂടെ? കാണാ. നബിനെ കണ്ടതുകൊണ്ട് അബൂജഹൽ മല്ലാളാവോ? ആവൂല. അപ്പൊ ഏറ്റവും മോശപ്പെട്ട കാഫിറും നബിനെ കാണാം, നബിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ. അതുകൊണ്ടായിട്ട് ആളെ നല്ല ഓർക്കാൻ പറ്റില്ല. പിന്നെ നബി പ്രത്യക്ഷപ്പെട്ടിട്ട് നബിനെ കണ്ടുറപ്പിച്ചാൽ ഇനി സ്വർഗത്തിലാണെന്നോ നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ പുലർന്നാൽ മനസ്സിലാക്കാം. നമുക്കും മനസ്സിലാക്കാം പറഞ്ഞ കാര്യങ്ങൾ പുലർന്നൊക്കെ വരുമ്പോ ഏതാണ്ടൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് കിതാബിലൊക്കെ പറഞ്ഞ വസ്തുവൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഊഹിക്കാം. അതിലപ്പുറമൊന്നും പാടില്ല. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് സ്വപ്നം പറയുന്ന ഈ കാലത്ത് ഞാൻ ഈ സ്വപ്നകഥ പറഞ്ഞാല് ആദ്യം ഇസ്ലാമിന്റെ എന്റെ നില പറയാം, അത് തെളിവല്ല. വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണിത്. ഈ കവിത അദ്ദേഹം രചിച്ചത് എങ്ങനെയായാലും സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന ഒരാളെ തന്നെ നിഷേധിച്ചാലും ഒരാൾ കാഫിറാവൂല. സദഖത്തുല്ലാഹിൽ ഖാഹിരിനെ നിഷേധിച്ചാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ മൂപ്പർ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് നിഷേധിച്ചാലും ഒന്നും ആവൂല. അപ്പൊ നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാൻ ഞാൻ എതിർ ലക്ഷ്യമായി പറയുകയല്ല, വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ പറയുകയാണ്. കുത്തുബ് തങ്ങളെ മാത്രം അദ്ദേഹം എന്തുകൊണ്ട് മദ്ഹ് ചെയ്തു? ബഗ്ദാദിൽ പോയിട്ട് സിയാറത്തിന് സാധിക്കാതെ തിരിച്ചു വന്നപ്പോ മഹാനായ കുത്തുബ് തങ്ങൾ അവറുകൾ ബഹുമാനപ്പെട്ടവർ തന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെടുകയാണ്. താൻ കാണുകയാണ്, നിങ്ങൾ അള്ളാന്റെ റസൂലിനെ മദ്ഹ് ചെയ്തിട്ട് എത്ര കവിതകളാ ചൊല്ലിയത്. അതിൽ വളരെ ആകൃഷ്ടനാണ് ഞാൻ. നബി തങ്ങളെ മദ്ഹ് ചെയ്തിട്ടുള്ള അങ്ങയുടെ കവിതയിൽ
എന്നെക്കുറിച്ചും 2 വരി നിങ്ങളൊന്ന് എഴുതി ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എന്നെ നിങ്ങളൊന്ന് പ്രകീർത്തിച്ചില്ലല്ലോ എന്ന് സങ്കടം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം കുതുബിയത്ത് എന്ന കവിത ഉണ്ടാക്കിയത് എന്ന് ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നു. ചിലപ്പോൾ മഹാനർ പറഞ്ഞിട്ട് പരമ്പരാഗതമായി വന്നതാകാം, വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, ഇതിവിടെ ഹുജ്ജത്തായി പറയുകയല്ല. അങ്ങനെ വന്നാൽ കുതുബിയത്ത് എന്ന കവിത ശൈഖ് തങ്ങൾ അവറുകൾ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തിലോ കശ്ഫിലോ ഏതെങ്കിലും നിലയിൽ നിർദ്ദേശം നൽകിയപ്പോ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ടതാണെന്നുകൂടി വന്നാൽ ഏറ്റവും ബലപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം. ആശയപരമായി കുതുബിയത്തിന് ആർക്കും എതിർക്കാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞ ആശയങ്ങളെ ഇതിലുള്ളൂ. ആ ആശയങ്ങളൊക്കെ സത്യസമ്പൂർണമാണെന്നും അവലംബങ്ങളുള്ളതാണെന്നും കിതാബുകളിലുള്ളതാണെന്നും പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ളതാണെന്നും മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞ ആ കിതാബുകളിലൊക്കെ അതുണ്ടെന്നും വ്യക്തമായി നമ്മൾ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുതുബിയത്ത് എന്ന് പറയുന്നതും അദ്ദേഹം രചിച്ച ഈ കവിത മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി ആരാണെന്ന് ചിന്തിച്ചാൽ പിന്നെ അത് ശിർക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സദഖത്തുല്ലാഹിൽ ഖാഹിരിക്ക് തൗഹീദും ശിർക്കും തിരിഞ്ഞിട്ടില്ല എന്നല്ലേ? അത് ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് പറഞ്ഞാൽ, കെട്ടി ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി നുണ കെട്ടി ഉണ്ടാക്കിയിട്ട് കുതുബ് തങ്ങൾ അവരുടെ പേരിൽ പ്രചരിപ്പിച്ച ആളാണ് എന്നല്ലേ പറയുന്നതിനർത്ഥം? അങ്ങനെയൊക്കെ ആരോപിക്കാൻ കഴിയുന്നവർക്കും അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ മനസ്സിന്റെ അകത്ത് ധൈര്യം എന്നൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം. പക്ഷേ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സദഖത്തുല്ലാഹിൽ ഖാഹിരിയെ വർണ്ണിച്ച് അദ്ദേഹത്തെ കുറിച്ച് വിവരിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്കും ഇത് വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം രചിച്ചിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ബഹുമാനപ്പെട്ട കുതുബിയത്ത് എന്ന ആ കവിതയുടെ ഉള്ളടക്കത്തിന്റെ വസ്തുതാപരമായിട്ടുള്ള അതിന്റെ പ്രാമാണികതയും അതിന്റെ ഗഹനമായ നിലപാടും അത് ഇസ്ലാമിക മാനത്തിൽ ന്യായമാണോ ശരിയാണോ എന്നും മനസ്സിലാക്കാം. അതിന്റെ അംഗീകരണമാണ് മഹാനവറുടെ വഫാത്തിനു ശേഷം ഇന്നും നിർലോഭം മുസ്ലിം തലമുറകളിൽ. സാധാരണ അങ്ങനല്ല. സാധാരണ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു പണ്ഡിതൻ ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിലേക്കും മലബാറിലേക്കും ഒന്നും അങ്ങനെ പ്രചരിക്കാറില്ല. ഇതങ്ങനെയല്ല. തമിഴ്നാട്ടിൽ ജനിച്ച് തമിഴ്നാട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന തമിഴ്നാട്ടുകാരനായ ഒരു കായൽപട്ടണക്കാരനായ ഒരു മഹാൻ, അദ്ദേഹത്തിന്റെ ഈ കവിത എല്ലാ നാടുകളിലും മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഈ പരിസര പ്രദേശങ്ങൾ, അതായത് കായൽപട്ടണം, അക്ബർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് വെളിച്ചവും ഹുദായും നേരും ഇസ്ലാമും വന്നിട്ട് അത് സ്വീകരിച്ചു പോരുന്ന മിക്ക നാടുകളിലും കുതുബിയത്ത് എന്നത് പ്രചാരത്തിൽ വരുന്നു, ഇന്നും നിർവഹിച്ചു വരുന്നു എന്നത് തന്നെ അതിന്റെ സർവ്വ സ്വീകാര്യതക്കും അത് രചിക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ നല്ല കരുത്തിനും നല്ല നിയ്യത്തിനും പ്രധാനപ്പെട്ട തെളിവാക്കി വിശ്വാസികൾക്ക് കണക്കിലെടുക്കാം. അങ്ങനെയാണ് കുതുബിയത്ത് നമ്മുടെ നാട്ടിൽ വരുന്നത്. ആ കുതുബിയത്ത് ഹിജറ 1112 1040 ജനിച്ച അദ്ദേഹം 1112 കീഴക്കരയിൽ അദ്ദേഹത്തിന്റെ മാതാവിന്റെ നാട്ടിൽ അദ്ദേഹം ദർസൊക്കെ നടത്തിയിരുന്നതായ അതേ പ്രദേശമാണത്. ആ പ്രദേശത്താണ് അദ്ദേഹം വഫാത്തായത്. അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഖബറും. ആ ഖബറിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട രീതിയിൽ സിയാറത്ത് ചെയ്യപ്പെടുന്ന കേന്ദ്രമായിട്ട് അദ്ദേഹത്തിന് ശേഷം ഇങ്ങനെ നടന്നു വരുന്നു. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രഗത്ഭനും വർണ്ണിക്കപ്പെടുന്നതുമായ പുത്രനാണ്, ഒരു പുത്രൻ തന്നെ ഉള്ളൂ. ആ പുത്രനാണ് ഇന്നും നമ്മുടെ പള്ളി ദർസുകളിൽ ഓതുന്ന പ്രചാരപ്പെട്ട മീസാന്, അജ്നാസുൽ സുഗ്റ, അജ്നാസുൽ കുബ്റ എന്നീ കിതാബുകളൊക്കെ രചിച്ചത്. നമ്മൾ പള്ളി ദർസ് ചെല്ലുമ്പോൾ നഹ്വും സർഫും പഠിക്കണതിന്റെ ആമുഖമായി ഭാഷാപരമായ വിജ്ഞാനങ്ങൾ തേടുന്നതിന്റെ ആമുഖമായി നമ്മൾ ഓതുന്നത് മീസാനാണ്. കുറെ നൂറ്റാണ്ടുകളായിട്ട്, കുറെ നൂറ്റാണ്ട് പറഞ്ഞാൽ 1-2 നൂറ്റാണ്ടുകളായിട്ട് ആ ഓതുന്ന മീസാന്, അജ്നാസ് ഇത് 2ഉം 3ഉം രചിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മാപ്പിള ലബ്ബ ആലിം സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ലബ്ബൽ ഖാഹിരി എന്ന മഹാനാണ്. അത് ഇദ്ദേഹത്തിന്റെ പുത്രനാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പുത്രനും സഹോദരന്മാരും വാപ്പി ആരിഫുകളായ വലിയമാരും മഹാത്മാക്കളും വലിയ വലിയ ഗ്രന്ഥകർത്താക്കളും ഇന്നും വൈജ്ഞാനികമായും ഇൽമീ രംഗത്തും വാഴ്ത്തപ്പെടുന്നവരും ഓർക്കപ്പെടുന്നവരുമാണെന്ന് വന്നാൽ അവരെ കുറിച്ച് മനസ്സിലാക്കാം. ഈ കവിത വന്നത് നമ്മുടെ മലബാറിലെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം മഅ്ബരി അവർകൾ വബായും കോളറയും നമ്മുടെ നാടിൽ, അതായത് മലബാറിൽ വ്യാപകമായപ്പോ ആ വബായിൽ നിന്നും കോളറിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി വീടുകളിൽ വെച്ച് ഓതാൻ സാധാരണമായ ചികിത്സകളൊക്കെയും ഫലപ്പെടാത്ത ഒരു സമയം,
ഇന്നത്തെ കാലത്ത് ആശുപത്രികൾ വ്യാപകമല്ല അന്ന്. ഇന്നത്തെ രീതിയിലുള്ള ചികിത്സയും പുരോഗമിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കുറ്റം പറയാറുണ്ട്. ഇന്നത്തെ രീതിയിലുള്ള ചികിത്സയും പുരോഗമിച്ചിട്ടില്ല. ആ ചികിത്സ പുരോഗമിക്കാതെ അങ്ങനെ നിൽക്കുന്ന ആ കാലം ബഹുമാനപ്പെട്ട മൗലിദുകൾ കൊണ്ടും മഹാത്മാക്കൾ ദിക്റുകൾ കൊണ്ടും അതുപോലുള്ള കാവ്യങ്ങൾ കൊണ്ടും കവിതകൾ കൊണ്ടും ഒക്കെയാണ് ആത്മീയമായിട്ട് ചികിത്സിക്കാറ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ മങ്കൂസ് മൗലിദും വന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് ചിലരിങ്ങനെ ആക്ഷേപിക്കും, നബീസത്തുമാരും ചൊല്ലി പ്രസവിപ്പിച്ചു, മൗലൂദ് ഓതിയിട്ട് അങ്ങനെ കുത്തിരുന്നു നോക്കി. അത് നമുക്ക് മാത്രമല്ല അന്ന്, നമുക്ക് മാത്രമുള്ള നിലയല്ല അന്ന്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ലോകത്തന്ന് ജീവിക്കുന്ന സമൂഹത്തിലെ എല്ലാ മതക്കാരും ഇങ്ങനെ ചികിത്സ ഇല്ലാത്ത കാലാണെന്ന്. ചികിത്സ ഇല്ലാത്തതിന് നമ്മളെ കുറ്റം പറയേണ്ട എന്താ കാര്യം? എല്ലാ ചികിത്സയും വെടിഞ്ഞിട്ട് ചികിത്സക്കൊന്നും പോകാതിരിക്കുന്നതല്ല നമ്മുടെ നാട്ടില്. ചികിത്സിക്കുമ്പോ ചികിത്സിക്കാൻ അന്നത്തെ നാട്ടിലെ സംവിധാനം നാടുവൈദ്യന്മാരാണ്. നാടി പിടിച്ചു നോക്കണ നാട്ടുവൈദ്യന്മാർ നല്ല പ്രഗത്ഭരായിരുന്നവർ നാടൻ മരുന്ന് കൊടുക്കും. ഇംഗ്ലീഷ് മരുന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് കാലം എത്രയേ ആയുള്ളൂ. അപ്പൊ ആ കാലത്ത് വ്യാപകമായിട്ടില്ലാത്ത ചികിത്സകളുടെ കാലത്ത് എല്ലാവരും ഇങ്ങനത്തെ തന്നെ ചികിത്സ ഏത് സമൂഹത്തിലുണ്ട് ഇങ്ങനെ. അതിനെ പറഞ്ഞുകൊണ്ട് എടുത്തു പറഞ്ഞിട്ട് അവിടെ നിന്ന് ചികിത്സയിലേക്ക് വന്നത് നോക്കിയപ്പോ ആകെ ഇംഗ്ലീഷ് ചികിത്സ എന്ന് പറയുന്നത് തന്നെ വഹാബിയോട് കൊണ്ടുവന്ന മാതിരി. അപ്പോ ആകെ ഇവിടെ നാട്ടിൽ ഇംഗ്ലീഷ് ചികിത്സ എന്ന് പറഞ്ഞ ആ സംഗതി, ആ വൈദ്യശാസ്ത്രം തന്നെ കൊണ്ടുവന്നത് വഹാബിയോട് കൊണ്ടുവന്നതാണ്. നാട്ടിൽ വ്യാപകമാകുമ്പോഴല്ലേ മനുഷ്യരെ ചികിത്സിച്ചു. എന്നിട്ട് ഇപ്പൊ എന്താ വന്നത്? എന്തെല്ലാം ചികിത്സ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു വിവാദം നടക്കുകയാണ്. എല്ലാ പ്രസവിക്കേണ്ട പെണ്ണുകൾക്കും സിസേറിയൻ മൂലം മാത്രം പ്രസവിപ്പിച്ചതിന് ആശുപത്രിയിലെ ഡോക്ടർമാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ ഇപ്പൊ നടന്നാണ്. താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരെ മുഴുവൻ സസ്പെൻഡ്. ഈ 2 ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് കേട്ടപ്പോ വേറൊരു ജില്ലാ ആശുപത്രിയിൽ ഇതന്നെ കേസ്. എന്തിനു കാരണോ? 2 ദിവസം ലീവുള്ള ദിവസം വരുന്നുണ്ട്. അതിന്റെ അപ്പുറം കുറച്ചും കൂടി ലീവ് എടുക്കാൻ വേണ്ടിയിട്ട്, ആകെ ലീവല്ലേ നമുക്ക് വേണ്ടുള്ളൂ, കുറച്ചുകൂടി ദിവസം ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗർഭിണികളായ പെണ്ണുങ്ങൾക്ക് മുഴുവൻ സിസേറിയൻ വിധിച്ചിട്ട് പ്രസവിപ്പിക്കാതെ ഒറ്റൊന്നിനെ പ്രസവിക്കാൻ കാത്തു നിർത്താതെ ഒക്കെ സിസേറിയൻ. അങ്ങനെ നടത്തിയത് കരുതിക്കൂട്ടി ഡോക്ടർമാർ ചെയ്ത അബദ്ധമാണ് എന്ന് തെളിഞ്ഞപ്പോ ആ ഡോക്ടർമാരെ കേരള ഗവൺമെന്റിൽ പ്രത്യേകമായി ആരോഗ്യമന്ത്രി ഇറങ്ങി നിർദ്ദേശം നൽകിയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുക. സസ്പെൻഡ് അല്ല, പുറത്താക്കാനാ പറഞ്ഞിരുന്നത്. പക്ഷെ എന്തോ ഉദ്യോഗസ്ഥന്മാര് കളിച്ചിട്ട് സസ്പെൻഡിൽ നിർത്തിക്കാണെന്നാ പറയുന്നത്. അങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഇതാ നമ്മളെ ചികിത്സ. നമ്മൾ ചികിത്സിച്ച് ചികിത്സാ കേന്ദ്രങ്ങൾ ചൂഷണ കേന്ദ്രങ്ങളായി മാത്രം വളരുകയല്ലേ നമ്മുടെ നാടുകളിലൊക്കെ. എന്തെങ്കിലും ഒരു ചെറിയ പനിയോ തലവേദനയോ സ്വാഭാവിക രീതിയിൽ വന്നാൽ അതിന് സാധാരണമായ ചികിത്സ ചെയ്യാൻ നിൽക്കാതെ ഡോക്ടർമാർ പണമുണ്ടാക്കാൻ എന്തൊക്കെ നിർദ്ദേശിക്കുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടി പോയി എല്ലാ അബദ്ധത്തിലും ചാടുന്ന ഈ ചാട്ടം പണ്ടത്തെ കാലത്ത് ഇല്ലാത്തതിനാണോ അവരെ കുറ്റപ്പെടുത്തേണ്ടത്? അങ്ങനെയുള്ള മഹാത്മാക്കള് ആത്മീയമായ ചില ചികിത്സകൾ നിർദ്ദേശിച്ചിരുന്നു. അതിൽപ്പെട്ടതാണ് മങ്കൂസ് മൗലിദ്. മങ്കൂസ് മൗലിദിന്റെ പ്രാർത്ഥനയിൽ തന്നെ അത് കാണാം. ഇതേ രീതിയിൽ കായൽപട്ടണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിൽ കോളറയും വസൂരി പോലുള്ള രോഗങ്ങളും വ്യാപകമായി വന്നപ്പോ ആ വ്യാപകമായ കോളറയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി, പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒന്നായിട്ട് മരിക്കുക ചെയ്യാം. കൂട്ടമരണങ്ങൾ, അതിത്തെ പ്ലേഗ് ഇപ്പോഴും ഉണ്ട്. ത്വാഴൂന്ന് പറയുന്നത് വബ എന്ന് പറഞ്ഞാൽ അതിസാരം. അതൊക്കെ എപ്പോഴും വരാം. ഏതെങ്കിലും ഒരു വിഷജലം കുടിച്ചിട്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ ഛർദ്യാതിസാരമായിട്ടോ വയറ്റുന്ന പോക്കായിട്ടോ അതിസാരം വരാം. ഈ വബ എന്ന് പറഞ്ഞാൽ അതിസാരം വന്നാൽ അങ്ങനെ മരിച്ചു വീഴും ആളുകൾ. ത്വാഴവും വന്നാൽ അതിലപ്പുറം മരിച്ചു വീഴും ആളുകൾ. ഇങ്ങനെയുള്ള ദണ്ണം വബാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. നമ്മുടെ നാടുകളിൽ ബദറുൽ ബാണ ചൊല്ലിയിട്ടും ബദറിലെ പാട്ട് ചൊല്ലിയിട്ടും ഒക്കെ പ്രാർത്ഥന വന്നത് അന്നത്തെ ഏറ്റവും പേടിപ്പെടുത്തുന്ന വ്യാപകമായ മാരക രോഗങ്ങളെ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ്. അതിനുള്ള കണ്ട ഔഷധമായിരുന്നു മഹാത്മാക്കളെ പ്രകീർത്തിച്ചുകൊണ്ട്, മഹാത്മാക്കളെ ഓർത്തുകൊണ്ട് പിശാചിനെ അവിടെ നിന്ന് ദൂരീകരിക്കുക. ത്വാഊൻ എന്ന രോഗം പിശാചിൽ നിന്ന് വരുന്നതാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഇത്തരം മാറാരോഗം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പോക്കാനുള്ള ചികിത്സ ഔലിയാക്കളെയും ഔലിയാക്കളെ സ്നേഹിക്കുന്ന മലക്കുകളെയും നമ്മളെ സദസ്സിലും നാട്ടിലും പ്രതിഷ്ഠിക്കുക.
അത് പ്രതിഷ്ഠിക്കുന്ന ഇടപാടാണ്. അവരെ പ്രകീർത്തിക്കുക, അവരുമായി ബന്ധപ്പെട്ട് സ്തുതികീർത്തനങ്ങൾ നടത്തുക, എന്നിട്ട് അവരുടെ ആത്മീയ ബന്ധമുണ്ടാക്കുക. അവർ പിശാചിനെയും ജിന്നുകളെയും നമുക്ക് രോഗമുണ്ടാക്കുന്ന ദുർഗ്രഹമായിട്ടുള്ള നമ്മുടെ കണ്ണിൽപ്പെടാത്ത കാഴ്ചയിൽപ്പെടാത്ത രോഗാണുക്കളെ പറ്റി അറിയാത്ത, അതുപോലെ ഡോക്ടർമാർക്ക് നിരീക്ഷിച്ചിട്ടും പരിശോധിച്ചിട്ടും മനസ്സിലാകാത്ത രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഇന്നും ഇതന്നെ പലുള്ളൂ, പ്രാർത്ഥന. അത് നമ്മൾ ഡോക്ടർമാരെ പറയും അവസാനത്തുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ദൈവത്തോട് പറയും, ഞങ്ങളെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ നോക്കാന്നേ ഉള്ളൂ. തലക്കേ നോക്കിയിരുന്നവരായിവർ. അങ്ങനെ വന്നതാണ് കുത്തുബിയത്ത് എന്ന് വന്നാൽ. അപ്പൊ കുത്തുബിയത്ത് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇത്തരം മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനും ആപത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷ കിട്ടാനും ശൈഖ് തങ്ങൾ അവറുകളെ കൊണ്ട് ഇടതേടുകയും ശൈഖ് തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ശൈഖ് തങ്ങളുമായി ബന്ധമുള്ള ജിന്നിന്റെ ലോകത്തും മനുഷ്യ ലോകത്തും മലക്കുകളുടെ ലോകത്തുമുള്ള എല്ലാ മഹാത്മാക്കളെയും ബഹുമാനപ്പെട്ടവരെയും സഹായത്തിന് വിളിക്കുകയും സഹായത്തിന് അപേക്ഷിക്കുകയും അവരുമായി ബന്ധപ്പെട്ട പ്രകീർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതോടെയാണ് കുത്തുബിയത്ത് എന്നത് നാട്ടിൽ വ്യാപകമായത്. ഇത് പിന്നെ ഖാദിരി ത്വരീഖത്ത് നമ്മുടെ നാടുകളിൽ വ്യാപകമായി. ഖാദിരി ത്വരീഖത്ത് തന്നെ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവരുടെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടും അവരുടെ വിധാനത്തിലേക്കും അവർ പഠിപ്പിച്ച ആധ്യാത്മിക ആശയങ്ങളിലേക്കും ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വഴി നടത്തി വരുന്ന ഒരു പാത. ഈ പാത നമ്മുടെ നാടിൽ അത്തരം ത്വരീഖത്തുകൾ ധാരാളമായി വ്യാപകമായപ്പോൾ ജനകീയമായി ഏറ്റവും പ്രചാരം നേടിയിട്ടുള്ള ത്വരീഖത്ത് ഖാദിരി ത്വരീഖത്താണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എളുപ്പം അങ്ങനെയാണ്, ആളുകൾക്ക് കൂടാൻ എളുപ്പമുള്ളതാണ്. കാരണം വലിയ ദുർഗ്രഹമായ ദിക്റുകളില്ല, കൂടുതൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഖാദിരി ത്വരീഖത്ത് അറിയുമ്പോഴേക്ക് വേഗം പോവുകയാണ്. ആ ത്വരീഖത്ത് വ്യാപകമായപ്പോ അതിന്റെ മഹാത്മാക്കളായ ഗുരുമഹത്തുക്കളും ഗുരുവര്യന്മാരുമാണ് നമ്മുടെ നാളുകളിൽ പിന്നെ കുത്തുബിയത്ത് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കാനും കുത്തുബിയത്ത് ചൊല്ലാൻ വേണ്ടി ഉപദേശിക്കാനും തുടങ്ങിയത്. അവരിലൂടെയാണ് നമ്മുടെ നാട്ടിൽ വന്നത്. ആ കുത്തുബിയത്ത് ഫലപ്രദമായി നടത്തുവാൻ ആളുകൾക്ക് പറ്റുന്ന രീതിയിൽ ആ കുത്തുബിയത്ത് ശരിക്കും ഒരു ഇഷ്ട സദസ്സായി നടത്തുവാൻ പ്രേരകമാകും വിധം കുത്തുബിയത്ത് എന്ന ഈ ഖസീദയോടൊപ്പം ഫാത്തിഹ ഓതാനും പ്രത്യേകം ദുആ ചെയ്യാനും പ്രത്യേകം ചില ദിക്റുകൾ നടത്താനും പ്രത്യേകം ചില ആചാരങ്ങൾ നടത്താനും ഒക്കെ ഉപദേശിക്കുക ഖാദിരി ത്വരീഖത്തിൽ ഉള്ള മശായിഖുമാരുടെ രീതിയാണ്. ആ രീതി അനുസരിച്ച് അവർ ഉപദേശിക്കും. പലരും പല രീതിയിൽ ഉപദേശിക്കും. ഇതിൽപ്പെട്ട ഒന്ന് നമ്മുടെ മലബാറിൽ പ്രത്യേകമായി കുത്തുബിയത്ത് എന്ന ഈ ഖസീദ അതെല്ലാം മനസ്സിലാക്കുക. കുത്തുബിയത്ത് എന്ന് പറയുന്നത് നമ്മൾ ചൊല്ലുന്ന ഖസീദക്കാണ്. يا وارة الله حث السير مسرعة في حل عقدتنا يا وارة الله എന്ന് തുടങ്ങുന്ന ബഹുമാനപ്പെട്ട കവിതയുണ്ട്. ശൈഖ് തങ്ങൾ അവരുടെ കവിതയാണ്. الحمد لله ثم الحمد لله الحمد لله رب العالمين على ما كان يلهمنا الحمد لله എന്നിങ്ങനെയുള്ള നല്ല നീണ്ട കാവ്യമുണ്ട് ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ അവർക്ക്. ആ ശൈഖ് തങ്ങൾ അവരുടെ ആ നീണ്ട കാവ്യത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് വരികൾ തലക്ക് ചേർത്തുകൊണ്ട് തുടങ്ങുന്ന നമ്മുടെ ഖസീദയാണ് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്നിവർ ഉണ്ടാക്കിയ കുത്തുബിയത്ത്. ഈ ഖസീദക്കാണ് ഖസീദ കുത്തുബിയ എന്ന് പറയുക. ഇതിന്റെ കൂടെ ഏടുകളിൽ പ്രചാരപ്പെട്ടുകൊണ്ട് പലതും വരുന്നുണ്ട്. മലബാറിൽ നിന്ന് അച്ചടിക്കപ്പെട്ടത് മലബാറിൽ പ്രചാരണപ്പെട്ട ശൈഖുമാരിൽ നിന്ന് വന്ന ഏടുകളാണ്. ആ ശൈഖുമാരിൽ വളരെ പ്രധാനപ്പെട്ടയാളും വഅള് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വളരെ ആകർഷിച്ചിരുന്ന ഒരു ജനകീയനായ പണ്ഡിതനും ത്വരീഖത്തിന്റെ ശൈഖുമായിരുന്നു കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മഹാൻ. മഹ്ദൂമി പാരമ്പര്യമുള്ള മഹ്ദൂം തങ്ങളുടെ 8ാം തലമുറയിലെ പൗത്രനാണ് നമ്മളെ മഹ്ദൂമിന്റെ. ഏത്? ഫതുഹുൽ മുഈന്റെ രചയിതാവ്
ഫതുഹുൽ മുഈന്റെ രചയിതാവ് സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീർ എന്ന മഹാനായ പണ്ഡിതന്റെ 8ാം തലമുറയിലെ പൗത്രൻ. അതായത് ഈ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന ആ മുസ്ലിയാരുടെ 7ാമത്തെ പിതാമഹനാണ്, ജദ്ദാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂർ സ്വാഹിബ് ഫതുഹുൽ മുഈൻ. ഫതുഹുൽ മുഈന്റെ സ്വാഹിബ് കർത്താവ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ 8ാം തലമുറയിലെ പൗത്രൻ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരാണ് നമ്മുടെ കുതുബിയത്ത് നാട്ടിൽ പ്രചാരപ്പെട്ട ഏട്ടിൽ കാണുന്ന ആ രീതിയിലെ ആമുഖവും അതിന്റെ ഖാത്തിമ അനുബന്ധവും ഒക്കെ ചേർത്തത്. അപ്പൊ ആമുഖവും അനുബന്ധവുമായി നമ്മൾ ഇന്ന് നടത്തി വരുന്ന കുതുബിയത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും കാണുന്ന പ്രാർത്ഥനാ ഫാത്തിഹകൾ, ഈ തരത്തിലുള്ളവകളൊക്കെ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ എന്ന മഹാന്റേത്. അദ്ദേഹം ചെറിയ ആളൊന്നുമല്ല, ചരിത്രത്തിലില്ലാത്ത ആളുമല്ല. ഞാനീ പറഞ്ഞ പോലെ സൈനുദ്ദീൻ മഖ്ദൂം സഗീർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആഖിർ സൈനുദ്ദീൻ മഖ്ദൂം എന്ന പേരിൽ, അദ്ദേഹത്തോടു കൂടെ സൈനുദ്ദീൻ മഖ്ദൂം എന്ന പേരിൽ പിന്നെ ഒരാൾ അറിയപ്പെടുന്നു ഇല്ലാനോ? ആഖിർ എന്ന് പേരച്ച മാതിരി തന്നെ മൂപ്പര് തോന്നുന്നുണ്ട്. ഇഞ്ഞൊരാൾക്ക് മഖ്ദൂമിങ്ങളിൽ സൈനുദ്ദീൻ എന്ന് വരാലോ, മഖ്ദൂം പക്ഷെ ഇതുവരെ ആയിട്ടില്ല. സൈനുദ്ദീൻ മഖ്ദൂം അഖീർ എന്ന അദ്ദേഹത്തെ അതുകൊണ്ട് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ. ഈ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറയുന്ന ആളും ചെറുതല്ല. പലരും ഒക്കെ അതിന്റെ ആമുഖം സഖത്തുല്ലാഹിന്റെ അല്ലല്ലോ, അപ്പൊ അതിൽ കുറെ മോശം പറയാറുണ്ട്. ഇതാളെ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ആളാരാന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ആളെ തിരിയുന്നതനുസരിച്ച് തന്നെയല്ലേ മനസ്സിലാക്കുക. ആളെ കൊണ്ടാ നമുക്ക് നമ്മളെ മനസ്സിൽ ബോധ്യം വരുള്ളൂ. അപ്പൊ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറയുന്ന ആള് വലിയ വായിലാണ്. തലശ്ശേരിക്കടുത്ത ഉളിയിൽ എന്ന സ്ഥലം, അതായത് മട്ടന്നൂരിനടുത്ത ഉളിയിൽ എന്ന സ്ഥലത്താണ് മഹാനവറുകൾ മറവിട്ട് കിടക്കുന്നത്. അവിടെ വാഴ്ന്നു പറയാൻ വന്നപ്പോ അവിടെ വാഴ്ന്നു കഴിഞ്ഞ് അവിടെ വഫാത്തായത്. വഫാത്തായപ്പോ അവിടെ തന്നെ അടക്കപ്പെട്ടത്. അന്ന് നമ്മളെ നാട്ടിലെ മാതിരി അങ്ങനെ കൊണ്ടേക്കൊണ്ട് നടക്കുമല്ലോ. അപ്പൊ ഉളിയിൽ വന്ന് വഴന്നു പറഞ്ഞു, ഉളിയിൽ തന്നെ വഫാത്തായി. ഉളിയിൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് തന്നെ അടക്കപ്പെട്ട മഹാനാണ് കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ. അദ്ദേഹവും മൂലന്മാരുടെ ഇടയിൽ വളരെ അറിയപ്പെട്ട ആളാ, ചെറിയ ആളൊന്നും അല്ല. വെളിയങ്കോട് ഉമർ ഖാദി എന്ന മഹാനായ പണ്ഡിതന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൽ നിന്ന് മാത്രം ഫിഖ്ഹൊക്കെ കാര്യമായി പഠിച്ച പ്രഗത്ഭനാണ് കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ. മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനുമായിരുന്നു. ത്വരീഖത്തും ആധ്യാത്മിക വിജ്ഞാനവും ഉള്ള മഹാപണ്ഡിതന്മാരിൽപ്പെട്ടവരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി. എന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിച്ച കവിത അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അവരുടെ ഹദ്റത്തിൽ പോയി പറഞ്ഞപ്പോഴേക്ക് എല്ലാവരുടെയും മുമ്പിൽ അടഞ്ഞു കടന്നിരുന്ന ഹുജറ ഷരീഫയുടെ വാതിലുകൾ തനിക്ക് വേണ്ടി ആരും തുറക്കാതെ തന്നെ തുറക്കപ്പെട്ടു എന്ന് എല്ലാ ചരിത്രകാരന്മാരും വാഴ്ത്തുകയും പരമ്പരാഗതമായി നമ്മൾ കേട്ട് നമ്മളിങ്ങനെ വിശ്വസിച്ചു വരികയും ചെയ്യുന്ന സർവസമ്മതമായ പരമാർത്ഥമാണ്. ആ മഹാന്റെ നേർ ശിഷ്യനും നേരെ അദ്ദേഹത്തിന്റെ കിതാബുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ആളുമാണ് ആര്? കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ. മൂല്യന്മാർക്ക് അദ്ദേഹവും അപരിചിതനല്ല. മഹാനായ വെളിയങ്കോട് ഉമർ ഖാദിയുടെ കിതാബുകളും റിക്കാർഡുകളും അധികവും പ്രസിദ്ധീകരിച്ചത് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും കവിതകളും ഒക്കെ ശേഖരിച്ചതും ഇദ്ദേഹം. അതിൽ അദ്ദേഹത്തിന്റെ വക രസകരമായ പലതുമുണ്ട്. ജനകീയനായിരുന്നു അദ്ദേഹം, വാഴലുമായിരുന്നു. അപ്പൊ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ വെളിയങ്കോട് ഉമർ ഖാദിയുടെ അറബിയിലുള്ളത് മലയാളത്തിലും ഫിഖ്ഹിലുള്ളത് മലയാളത്തിലും ഒക്കെ ചൊല്ലിക്കൊടുക്കുന്ന ഒരു മഹാനാണ് അദ്ദേഹം. വാഴലു പറയുന്ന കൂട്ടത്തില് മഹാനായ ഉമർ ഖാദിയുടെ ഉസൂലുൽ ദബ്ഹ്, അറവന്റെ നിയമങ്ങൾ എന്ന പേരിൽ ഒരു കിതാബുണ്ട്. ആ അറവന്റെ നിയമങ്ങളുടെ കിതാബിന്റെ അനുബന്ധമായി ചേർത്തു കാണാം ഓരോ ഹലാലായ തിന്നൽ ഹലാലായ മൃഗങ്ങൾ ഏതൊക്കെ, തിന്നൽ ഹറാമായ മൃഗങ്ങൾ ഏതൊക്കെ. തിന്നൽ ഹലാലായ മൃഗങ്ങളെ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതിൽ എങ്ങനെ വിവരിക്കുന്നത്? ആടും മാട് പയ്യും ഒട്ടകം വഹൈലും ബികുദര ബഖറു വഹശിൻ തശാഹറ ഹിമാറുല്ലി വഹശി കാട്ടു കൈദാ വലബിയുകും ബികലമാന ദബുൻ സ്വാഹി കദ്മാന ദാകിറു. തിന്നാൻ പറ്റുന്ന എല്ലാ ജന്തുക്കളും അതിലുണ്ട്. ആട് മാട് പയ്യ് ഒട്ടകം തന്നെ അൻആമ് മുതൽ കഥമാനും കലമാനും അടക്കമുള്ള എല്ലാ വസ്തുക്കളും. നമ്മളെ മൂല്യന്മാർ അർത്ഥം വെച്ച് വരുന്ന പല അർത്ഥങ്ങളിലെ തെറ്റുകളും അദ്ദേഹത്തിന്റെ തർജ്ജമ നോക്കി കിട്ടും ചെയ്യും. ആ നല്ലൊരു കവിത അദ്ദേഹത്തിന്. ഇത് തിന്നൽ ഹലാലായ വസ്തുക്കളാണ്.
തിന്നൽ ഹറാമായ വസ്തുക്കളും അദ്ദേഹം വിവരിക്കുന്നു. ഖിൻസീറു പന്നി കൽബു നായി സുറാഫത്തുൻ ലികൈദ പുലി അസദും പുലിൻ നംരി ദാകിറാ ബിപുല്ലി പുലി വൽ ഫീലു ആനാ വസബുകും ബിസിംഹം വസിന്നൗറും മിരുൽ ബുബിആതിറാ. മെരു, നായ, പന്നി തുടങ്ങിയിട്ടുള്ള ഓരോ വരികളും ചൊല്ലിയിട്ട് ഓരോ തിന്നൽ ഹറാമായ വസ്തുക്കളും അദ്ദേഹം വിവരിക്കുന്നു. ഉംദ എന്ന കിതാബ് നമ്മളെ കുട്ടികളൊക്കെ ഓതുമല്ലോ പള്ളി ദർസിൽ. ആ ഉംദ എന്ന കിതാബിലുള്ള അത്തരം ഗൗരവപ്പെട്ട് പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ ഇദ്ദേഹം കവിത. അതിൽ യുദ്ധോപകരണങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ടുണ്ട്. അന്നിപ്പോ തിരിയല്ലോ, നമ്മൾ അറബിയിൽ മരുഭൂമിയിൽ കണ്ടുവന്ന മനുഷ്യന്മാര് യുദ്ധോപകരണമാക്കി പിടിച്ചാൽ നമുക്ക് കിട്ടുമോ? ഇതാണ് ഇദ്ദേഹത്തിന്റെ വിഷയം. എന്നമാതിരി തന്നെ അറബിക് കിതാബുകളിലും അറബികളുടെ ഭാഷയിലും വന്ന ജന്തുക്കളുടെ പേര് നമുക്ക് കിട്ടൂല. നമ്മളതൊക്കെ തെറ്റായിട്ടാണ് മനസ്സിലാക്കുക. പൂച്ചാന്ന് മനസ്സിലാക്കുന്ന സാധനത്തിന്റെ പേര് മെരു നിൽക്കുന്നു. ഇങ്ങനെ സാധാരണ വരിക. കാരണം നമ്മൾ നോക്കുന്ന ഏവാൻ കിതാബ് എടുത്ത് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു ജീവി, അങ്ങനത്തെ ഒരു ജീവി, കുറച്ച് ഇവിടെ മീശുള്ള, കുറച്ചപ്പുറത്ത് മീശുള്ള, കുറച്ച് ഇങ്ങനെ എന്നാ പൂച്ചന്നെ പറയും. നമ്മള് വേറെ നാട്ടുകാരൻ വേറെ തന്നെ അറിയും. അറബികൾ ഇത് ഏതാണ് പറയാന്ന് തിരിയണം. അത് അവഗാഹം വേണ്ട വിഷയമാണ്. ഇത്തരം വിഷയങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ദുർഗഹത നീക്കി മുതഅല്ലിമീങ്ങൾക്ക് കാര്യം തിരിക്കുന്നതിൽ സേവനം ചെയ്ത മഹാനാണ്. ഓരോ നമ്മളെ മൂല്യന്മാരുടെ വിഷയമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആലിമീങ്ങൾ അന്ന് എൽമ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന വിഷയം എന്തൊക്കെയാണ് അവർ ഈ ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി രചിച്ചത്. ആ രചനയിൽ ചിലതാണ്. അന്നത്തെ യുദ്ധോപകരണം എന്ന് പറഞ്ഞാൽ കിട്ടൂല. അതുകൊണ്ട് അദ്ദേഹം യുദ്ധോപകരണത്തെ കുറിച്ച് മാത്രമുള്ള ചർച്ച അദ്ദേഹം പരിഭാഷപ്പെടുത്താം. അലസൈഹു വാടും റുംഹ ചവളം ലിഖൗദതി പടത്തൊപ്പി സഹുമുൻ അംബ് ഹുഫും ബിശുഹറതി. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ പടത്തൊപ്പികളും. അതേപോലെ ഉശ്ർ സക്കാത്ത് കൊടുക്കേണ്ട വസ്തുക്കളുണ്ട്. 10-1 സക്കാത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ, ധാന്യങ്ങൾ. ആ ധാന്യങ്ങൾ അദ്ദേഹം എന്നിങ്ങനെ ധാന്യങ്ങൾ വെയ്ത്ത് ഇതാ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ. നമ്മളെ നേർച്ചകളുണ്ട്, വലിയ വലിയ നേർച്ചകൾ, മശായിഖുമാരുടെ മക്കാമിൽ നടക്കുന്ന നേർച്ചകൾ. ആ നേർച്ചകളിൽ നടക്കുന്നതിനെ ചൊല്ലിയിട്ട് അദ്ദേഹത്തിന് ഒരു പതിവുണ്ട്. നടുയേങ്ങി തല രണ്ടും വിരുത്തുള്ള കൂപത്തി ഹറാമുന്നതല്ലാതുള്ള മുട്ടും വബാറത്തി ഹലാലുന്നലാ തിട്ടം ലികുല്ലി മുഹല്ലിലി കച്ചണ്ടാവ മുരുസം ഒറ്റ ആലാത്തു ദുർബത്തി കദഫി മലൈബാരിം വവൈരിം ബിഅറവന ഹലാലുൻ ഹലാലുല്ലാ ഹറാമുൽ ലിസുമ്മതി ഇതു തന്നെ ഹോജൽ ഹൈതമിയു ബിതുഹ്ഫതി ബിബളിച്ചാക്കി മുടുക്കാക്കിയിട്ട് പറഞ്ഞുള്ള ശുദ്ധത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നേർച്ചകളിൽ നടക്കുന്ന എല്ലാ ഉപകരണങ്ങളും, അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും, അതിന്റെ വിധിയും, അതിൽ ഖിലാഫ് ഉണ്ടെങ്കിൽ ഖിലാഫും, ഇന്നാള് പറഞ്ഞു എന്നും വിവരിച്ചിട്ട് തന്നെ വെയ്ത്ത്. ഇങ്ങനെയുള്ള അതിശയപ്പെട്ട പരോപകാരപ്പെട്ട ധാരാളം രചനകളുള്ള ഒരു മഹാപണ്ഡിതനാണ് കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ. ആ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ ഒരു ഖാദിരി ത്വരീഖത്തിന്റെ ശൈഖ് കൂടിയാണ്. അദ്ദേഹത്തിനാൽ ത്വരീഖത്ത് സ്വീകരിച്ചിട്ടുള്ളവരും അദ്ദേഹം സ്ഥാപിച്ച ദിക്റുകൾ തന്നെ നടത്തി വരുന്ന ദിക്റുകൾ നടന്നു വരുന്ന പ്രദേശങ്ങളും മലബാർ ഭാഗത്തും കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും അദ്ദേഹം വാഴ്ന്നു പോകുന്ന സ്ഥലങ്ങളിൽ ധാരാളമുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹം ബഹുമാനപ്പെട്ട കുതുബിയത്ത് എന്ന സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ ശൈഖ് തങ്ങൾ അവർകളെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ള ഖസീദ ശരിയായ രീതിയിൽ നടത്താൻ വേണ്ട ആമുഖവും അനുബന്ധവും ചേർത്തുകൊണ്ട് അത് വികസിപ്പിച്ചിട്ട് ജനകീയമായ ഒരു ആചാര രീതിയാക്കിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ നാടുകളിൽ നിന്ന് അച്ചടിച്ചു വരുന്ന സാധാരണ കോപ്പി. അതിലും വ്യത്യാസം വരും. ഇപ്പൊ ഉദാഹരണം, നമ്മുടെ തങ്ങളിതാ ജൈനുൽ തങ്ങൾ അവർകൾ, നമ്മൾ ജൈനുൽ തങ്ങളുടെ ഉപ്പാപ്പ ഇങ്ങനെ ഖാദിരി ത്വരീഖത്തുൽ ശൈഖാണ്. അവരുടെ ഉപ്പാപ്പ കുതുബിയത്ത് പ്രത്യേകമായി നടത്തുന്ന മഹാനുമാണ്. മഹാനൻ നടത്തുന്ന കുതുബിയത്തിന്റെ സദസ്സിൽ ശൈഖ് തങ്ങൾ അവർകൾ നേരിട്ട് ഹാജരായിക്കൊണ്ട് തന്നെ തന്റെ മകന്റെ കാര്യത്തിൽ ഉപകാരം ചെയ്ത കഥ വരെ അനുഭവസ്ഥർ പറയുന്നുണ്ട്. അന്ന് ഇന്നലെ മിഞ്ഞാന്ന് കഴിഞ്ഞപ്പോ അടുത്ത് കഴിഞ്ഞു പോയവരാണ്ടൊക്കെ തങ്ങളെ നേരെ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ അവരുടെ നേരെ ഇജാസത്ത് ഉപ്പാപ്പയിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുള്ളവരാണ്. എന്റെ ബഹുബന്ധരായ ഷെയ്ഖ് കുതുബിയത്തിൽ എനിക്ക് പ്രത്യേകം ഇജാസത്ത് തന്ന ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങൾ അവർകൾ, നമ്മളെ തങ്ങളെ വാപ്പ, നമ്മളെ വലിയ അങ്ങൾ എന്ന് പറയുന്ന നമ്മളെ ജൈനുൽ ആബിദീൻ തങ്ങളുടെ പാപ്പ. ആ ബാപ്പയുടെ സാധാരണയുള്ള കുതുബിയത്താണെങ്കിൽ ഇങ്ങനെയല്ല മുഖം. മങ്കൂസ് മൗലൂദ് തലക്ക് ഓതണം എന്റെ നിർദ്ദേശം. ഞങ്ങളെ മങ്കൂസ് മൗലൂദ് പ്രത്യേകം ഓതണം.
അതാണെങ്കിൽ പോരാനു യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി എന്നൊക്കെ പറഞ്ഞ് ഇത് ദുഃഖനടുക്കത്ത് കുത്തുബിയത്തിന് പോയിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാലോ. അതാണ് ആ കുത്തുബിയത്തിന്റെ പ്രത്യേകത. നമ്മൾ എവിടെയെങ്കിലും സ്ഥാപിക്കുന്ന മാതിരിയല്ല. മലബാറിൽ അറിയപ്പെട്ട ഏഴിമലത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ അഭിനന്ദനായ ശൈഖ് താജുൽ ഉലമ വണ്ടൂരിൽ വഫാത്തായ താജുൽ ഉലമ അവർ പറയാറുള്ളത്, ഏഴിമലത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെ ഇളകുന്ന ഏത് പിശാച്ചു അറിയുന്ന. ഏഴിമലത്തങ്ങൾ എന്ന് പറഞ്ഞാൽ പിശാച്ച് അറിയുന്നവർ. ഏഴിമലത്തങ്ങൾ പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിശാച്ചു പോകുന്നു. അങ്ങനെ പ്രസിദ്ധരാണ് ബഹുമാനപ്പെട്ട തങ്ങളബുകളുടെ ഉപ്പാപ്പ ഏഴിമലത്തങ്ങൾ. അവർ നേരെ തന്റെ മക്കളിൽ ഇജാസത്ത് നൽകിയിരിക്കുന്നത് തങ്ങളുടെ ബാപ്പ ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങളവർക്ക് മാത്രം. അവരിൽ നിന്നാണ് മറ്റു മക്കളൊക്കെ അവരുടെ മക്കൾ വാങ്ങിയിട്ടുള്ളൂ. അപ്പൊ അവരുടെ കുതുബിയത്താണ് അവിടെ നടക്കുക. അതിൽ കിടക്കുന്നത് തലക്ക് വേറെയാണല്ലോ മങ്കൂസ് മൗലിദ് എന്ന് മാത്രമല്ല, വിളിക്കുന്നതിന്റെ മുൻപ് ചെല്ലാനുള്ള വരികളും ചില പ്രത്യേക പദ്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ വരിയിലുണ്ട്. അപ്പൊ ഇതൊക്കെ നൽകുന്ന ഖാദിരി ത്വരീഖത്തിലെ ശൈഖുമാർ അവരുമായി ബന്ധപ്പെട്ടിട്ട് കുതുബിയത്ത് എന്ന ശൈഖ് തങ്ങളവരുടെ മദ്ഹിനിൽ രചിക്കപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരിയുടെ ഖസീദ, അതാണ് കുതുബിയ. ആ കുതുബിയത്ത് എന്ന ഖസീദ ചൊല്ലി വരുന്നതിന് വേണ്ടിയിട്ടുള്ള രീതികളും ആദാബുകളും മര്യാദകളും എന്ന രീതിയിൽ ഫലപ്രദമാകുന്നതിന് വേണ്ടിയിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട അനുബന്ധങ്ങളും ആമുഖങ്ങളുമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വരുന്ന കുതുബിയത്തുകളിലുള്ളത്. ഇതും ആവട്ടെ കുതുബിയത്തിലെ ഈ ആമുഖങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറഞ്ഞവർ തങ്ങളവர்களுടേത് പിന്നെ വേറൊന്നുമില്ല, മങ്കൂസ് മൗലിദല്ലേ. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ. മങ്കൂസ് മൗലിദ് നമ്മൾ ഇതുപോലെ നേർക്കുനേർ നടത്തിയിട്ട് വിഷയവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മൗലിദ് കൂട്ടിയാൽ മതി. ബാക്കിയൊക്കെ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരുടേതാണ്. ഫംറ് എന്നൊക്കെ പറഞ്ഞാലും മദ്ഹബ് പറഞ്ഞാലും അതിലെന്തൊക്കെ പേരുണ്ടെങ്കിൽ ആ പേരുകളൊക്കെ ചേർത്ത ആള് ബഹുമാനപ്പെട്ട കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരാണ്. അദ്ദേഹം ചെറിയ ആളല്ല, വലിയ ആളാണെന്ന് പറയാനാണ് പുതിയ തലമുറക്കറിയാത്ത അദ്ദേഹത്തിന്റെ രചനകളും കവിതകളും ഞാനൊരല്പം ഉണർത്തിയത്. എന്റെ പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കുക, ഈ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ നടത്തി വന്നതും രചിച്ചു തന്നതുമായ കുതുബിയത്തും അനുബന്ധങ്ങളും ആമുഖങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ കുതുബിയത്ത് എന്ന പേരിലുള്ളത്. അതിൽ നിഷിദ്ധത ഹറാം എന്ന് പറയാൻ ഒന്നും വരാനില്ല. നമുക്ക് തിരിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? അത് നമുക്ക് തിരിയില്ലെങ്കിൽ വേറെ ആളുകൾക്ക് തിരിയുമെന്ന് മനസ്സിലാക്കിയാൽ മതി. ആലിമീങ്ങൾ, വലിയ വലിയ ആലിമീങ്ങൾ ഇതേ കുതുബിയത്ത്, ആ കുതുബിയത്തിന്റെ ഇന്നുള്ള ആമുഖത്തിലെ ഒരു ഹർഫും വിടാതെ വണ്ടൂരിലെ അഭിമന്യരായ എന്റെ ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ സദഖത്തുല്ലാ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയല്ലോ, മഹാനായ സദഖത്തുല്ലാ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഇരു ലോകത്തും നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പാനമാങ്കുളൂരിൽ അവരെ പറയേണ്ട. പാനമാങ്കുളൂരിൽ അവരുടെ സ്മാരകമായിട്ടിതാ ഇവിടെ ബിൽഡിങ്ങും മദ്രസയും പള്ളിയും ദർസും ഇവിടുത്തെ മദ്രസയും ഒക്കെ മഹാനരുടെ അതേ ആശയത്തിലും മഹാനരുടെ അതേ ശിക്ഷണത്തിലുമാണ് നടന്നു വരുന്നത്. അത് ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ നാടിന് ഈ ഭാഗങ്ങളിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള ഒരു പ്രത്യേകമായ അനുഗ്രഹവുമാണ് എന്നാണ് നാട്ടുകാരും മനസ്സിലാക്കുന്നത്, ഞങ്ങളും മനസ്സിലാക്കുന്നത്. അല്ലാഹു ആ ബന്ധം ഈ നാട്ടുകാർക്ക് പ്രത്യേകിച്ചും മഹാനരുമായും മഹാനരുടെ മശായിഖുമാരുമായും നൽകട്ടെ. ഈ നാട്ടുകാരോട് പ്രത്യേക ഒരു കനിവും അദ്ദേഹത്തിനുണ്ട്. ആ കനിവ് മഹ്ശറിലും അല്ലാഹു തആല ഈ നാട്ടുകാർക്ക് അല്ലാഹു തആല മഹാനരിൽ നിന്ന് ലഭ്യമാക്കുമാറാവട്ടെ. ആ മഹാൻ ഈ കുതുബിയത്തിന്റെ എല്ലാ വരികളും എല്ലാ പേരും അതിന്റെ ജിന്നുകളെയും ഹാദിമീങ്ങളെയും പേരടക്കമാണ് മഹാനവറുകൾ കുതുബിയത്ത് കഴിക്കാറുള്ളത്. ഭക്ഷണം ഉണ്ടാക്കി ആ കുതുബിയത്ത് മഹാന് സ്വന്തം വീട്ടിൽ വെച്ച് നടത്തിയിരുന്നു. വീട്ടിൽ അസൗകര്യമായപ്പോ പിന്നെ പള്ളിയിൽ വെച്ച് നടത്തിയിരുന്നു. അതും ചില മശായിഖുമാരുടെ നിർദ്ദേശപ്രകാരം ശൈഖുനാ അവർകൾ നടത്തി പോന്നിരുന്നതാണ് കുതുബിയത്ത്. വർഷാന്ത് നടത്തിയിരുന്ന കുതുബിയത്ത് 1000 വട്ടം പഠിക്കട്ടെ എന്ന് നിർദ്ദേശമുള്ള ഭാഗമെത്തുമ്പോ മശായിഖുമാരുടെ നിർദ്ദേശപ്രകാരം 12 റക്അത്ത് നിസ്കാരം അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ നമസ്കാരം നിർവഹിച്ച ശേഷം 1000 വട്ടം അതത് ഷെയ്ഖുമാരെ എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നതെങ്കിൽ ആ നിർദ്ദേശിക്കുന്ന പേരുകൾ കൊണ്ട് വിളിക്കും. ഓരോ മശായിഖുമാർക്കും ഓരോരോ അദബുണ്ടാവും, ഓരോരോ പരമ്പരാഗതമായി ലഭ്യമായിട്ടുള്ള വാക്കുണ്ടാവും. ആ വാക്ക് കൊണ്ട് വിളിക്കും. ഇങ്ങനെ വിളിക്കുന്നു എന്നതിനപ്പുറം കുതുബിയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് അരോചകമായി തോന്നാൻ, ഇഷ്ടപ്പെടാത്തതായി തോന്നാൻ ഒന്നുമില്ല. അരുതാത്തതായും നിഷിദ്ധമായിട്ടും അതിലുണ്ടാകാൻ ഇടയും ഇല്ല. കാരണം നിഷിദ്ധമായതെന്ത്, ഹലാൽ എന്ത്,
ശറയിൽ ദിക്റുകൾ എങ്ങനെ ഏതെല്ലാം ഫലപ്രദമാകും, ശിർക്ക് എന്ത്, ബിദ്അത്ത് എന്ത് എന്നൊക്കെ തികച്ചും അറിയുന്നവരും എല്ലാ അർത്ഥത്തിലും ഭക്തന്മാരായി ജീവിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തു തന്നെ അനുകരിച്ചുകൊണ്ട് ജീവിക്കാൻ, വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും സംസ്കാരങ്ങളിലും എല്ലാം സുന്നിയായി നബിയുടെ സുന്നത്തിനെ അനുകരിച്ചും അതിനെ ബന്ധപ്പെടുത്തിയും മാത്രം ജീവിക്കാൻ വളരെ ശ്രദ്ധിച്ചിരുന്ന മഹത്തുക്കളും ഔലിയാക്കളുമായിട്ടുള്ള ആളുകളാണ് ഇന്നും ഇതൊക്കെ നടത്തി വന്നതും പരിചയിപ്പിച്ചു തന്നതും ഇപ്പോഴും അത് നടത്താൻ ഓരോ നാട്ടിലും പ്രത്യേകം ഉപദേശം നൽകിയിട്ടുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ തന്നെ അത് നമുക്കൊരു അപകടം വരുന്നതല്ല, നേട്ടം വരുന്നതാണെന്നും ഇതിന്റെ രചന പണ്ഡിതനായ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി നടത്തിയത് മാറാരോഗങ്ങളിൽ നിന്നും കാരണം തിരിയാത്ത വ്യാപകമായ ദുഷ്ഫലങ്ങൾ ഉളവാക്കുന്ന രോഗങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്നതിനുള്ള ആത്മീയ മുറയായിക്കൊണ്ടാണ് എന്നും മനസ്സിലാക്കിയാൽ നമുക്കിതിൽ യാതൊരു പന്തികേടും തോന്നേണ്ടതുമില്ല. റാത്തീബുകൾ എന്ന പേരിലുള്ളവ പല പേരിലുള്ള റാത്തീബുകളുണ്ട്. അതിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ സംശയമുള്ള ആളുകൾക്ക് ചോദിച്ചു പഠിക്കാനും ഇനിയും തുടർ വായനക്കും പഠനത്തിനുമൊക്കെ അവസരം നൽകാനും ആമുഖമാക്കാം എന്ന നിലക്ക് മാത്രം ചെറിയ വിവരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലേ ഇതുപോലത്തെ പരിപാടികളിൽ കഴിയുള്ളൂ. അതിന്റെ അടിസ്ഥാനം പറയാം. റാത്തീബ് എന്ന് നമ്മൾ കേൾക്കുമ്പോഴേക്ക് എന്താ എന്ന് വിചാരിക്കണ്ട. അതെന്താണ് എന്ന് മനസ്സിലാക്കുക. അതിന്റെ അടിസ്ഥാനം എങ്ങനെയാണെന്ന് തിരിഞ്ഞാൽ ഈ സംഗതി മനസ്സിലാവും. ഓരോ റാത്തീബുകൾ ഉണ്ടാവും, ഇനിയും റാത്തീബുകൾ ഉണ്ടാകാം. ഇതുവരെ ഉണ്ടായതല്ല ഇനിയും റാത്തീബ് ഉണ്ടാവാം. അത് മനസ്സിലാവും. അപ്പോ ഇതുവരെ ഉണ്ടായത് മാത്രമല്ല റാത്തീബ്, ഇനിയൊരു റാത്തീബ് ഇനിയും ഉണ്ടാകാം. ഖിയാമം വരേക്കും റാത്തീബുകൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കാന്ന് മനസ്സിലാവും. ഇപ്പൊ കഴിഞ്ഞു പോയതിനും ഇനി ജനിക്കാനിരിക്കുന്നതിനും ഇപ്പൊ നിലവിലുള്ളതിനുമൊക്കെ മാനദണ്ഡമാക്കാവുന്ന ഒരളവുകോലെന്ന നിലക്ക് റാത്തീബിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ തിരിച്ചറിവും ബോധവും നമുക്കുണ്ടാവണം. റാത്തിബ് എന്ന് പറഞ്ഞാല് ക്രമീകൃതമായി തുടർന്നു വരുന്നത്, ക്രമീകരിക്കപ്പെട്ട് തുടർന്നു വരുന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി. എന്ന് വെച്ചാൽ വിർദ് എന്ന പേരിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മുതൽക്കേ മുസ്ലിമീങ്ങളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ പ്രത്യേകം ഐച്ഛികമായിട്ട് പലതും തുടർന്ന് നിത്യേന തെരഞ്ഞെടുത്ത് നടത്തി വരുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ വിധമായിരിക്കും. വിർദ് എന്ന് പറയാം. വിർദ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി പതിവായി നടന്നു വരുന്ന മുറകൾ, നല്ല കാര്യങ്ങൾ എന്ത് വെച്ചാൽ അത് നോമ്പാകാം, നമസ്കാരമാകാം, ദിക്റാകാം, മൗലുദുകളാകാം, ഇതൊക്കെ ആവാം. തുടരെയായി എന്നും നടന്നു വരുന്നത്. ഈ വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ വെള്ളം കുടിപ്പാനീയാണ്, പാനം ചെയ്യപ്പെടുന്നത്. ബിസ്റൽ വിറുദുൽ മൗറൂദ് എന്ന് ഖുർആനിലുണ്ടല്ലോ. അത് ജഹന്നമിലെ പാനീയത്തെ പറ്റിയാ പറഞ്ഞത്. ബിസ്റൽ വിറുദുൽ മൗറൂദ് എന്ന് പാനീയം. ഇത് കേട്ടുകൊണ്ട് അതന്നെ വിറുദ് എന്ന് നമ്മളെ വിറുദ് എന്ന് പറഞ്ഞാൽ ഔറാദുകൾ എന്ന് നമ്മളെ കിതാബുകളിലൊക്കെ പറയുന്ന ആ വിറുദ് അള്ളാഹുവിന് വഴിപ്പെടാൻ വേണ്ടി, അള്ളാഹുവിന് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരാൾ അള്ളാഹുവിലേക്കുള്ള വഴിസഞ്ചാരത്തിനിടയിൽ അള്ളാഹുവിൽ എത്തിച്ചേരാനും ആത്മീയമായി ഉന്നതി നേടാനും ഉദ്ദേശിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ നിന്ന് ഐച്ഛികമായി തനിക്ക് അഭിലഷണീയമായത് തെരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ശൈഖ്മാർ നിർദ്ദേശിച്ചു കൊടുക്കും. അത് പതിവാക്കി കൊണ്ടുവരാം. ഇങ്ങനെ കൊണ്ടുവരുന്നതിനാണ് വിറുദ് എന്ന് പറയാം. ഐച്ഛികമായി തെരഞ്ഞെടുക്കുക. ഫർളാക്കപ്പെട്ടത് നിസ്കാരങ്ങളിൽ നിന്ന് 5 വഖത്ത് നിസ്കാരം പോലല്ലേ ഉള്ളൂ. നോമ്പിൽ നിന്ന് റമദാനല്ലേ ഉള്ളൂ. ദിക്റുകളിൽ നിന്ന് അപൂർവം ചിലതല്ലേ ഫർളാക്കപ്പെട്ടതുള്ളൂ. അപ്പൊ ബാക്കിയായിട്ട് ഫർളല്ലാത്ത നിലയിലുള്ളതൊക്കെ സുന്നത്താണ്. വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. വേണ്ടവർക്ക് വേണ്ട അളവിലെടുക്കാം, വേണ്ട വിധം എടുക്കാം. അത് എന്നും ചൊല്ലി വരാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ചില പതിവായ മുറകൾ ചില ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് സ്വഹാബത്ത് മുതൽക്കേ ഉണ്ട്. സ്വഹാബത്തിന്റെ ചര്യയിൽ തന്നെ ഇത് കാണാൻ കഴിയും. വിറുദുകളെ 3 രൂപത്തിൽ പരിചയപ്പെടുത്താം. അപ്പൊ നമുക്കത് മനസ്സിലാവും നമ്മൾ ഏത് വിറുദാപ്പി പറയുന്നത് റാത്തീബയിലാ വരുന്നത് എന്ന് മനസ്സിലാകാം. ഒന്ന് വിറുദുൽ ഉബ്ബാദി വസ്സുഹാദ്. ദുന്യാവ് പരിത്യജിക്കുന്ന ആളുകൾ ആത്മീയമായി ഉയരാനും വളരാനും ഉദ്ദേശിച്ചുകൊണ്ട് ഇബാദത്തുകൾ കാക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളും ഇബാദത്ത് കൊണ്ട് അറിയപ്പെട്ടിട്ടുള്ളവരും അവർ അവരുടെ ഇബാദത്തുകൾ എന്ന നിലയിൽ അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുക്കുന്ന പതിവായ ഇബാദത്തുകൾ. ഇതാണ് ഒരു വിറുദ്. അതിനൊരു ശൈഖ് ഉപദേശമോ നിർദ്ദേശമോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് എന്നും ഒരു ഹത്തോതണം അല്ലെങ്കിൽ എന്നും ഒരു സൂറത്തോതണം എന്ന് നിശ്ചയിച്ചിട്ട് അങ്ങനെ പതിവാക്കാലോ. സുബഹി നിസ്കരിച്ചതിന്റെ ശേഷം എന്നും ഒരു യാസീൻ ഓതുക ഞാൻ
എന്ന് നമ്മളൊരാൾ തീരുമാനിക്കാം. അതിന് റസൂലുള്ളാന്റെ കാലത്ത് നബി ചെയ്ത മാതൃക വേണ്ട, ബുഖാരിയിലെ ഹദീസ് വേണ്ട, മുസ്ലിമിലെ ഹദീസ് വേണ്ട. ഇതൊക്കെ അബദ്ധമാണ്. ഇത് എന്താ ഇബാദത്ത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് വരുന്ന അബദ്ധങ്ങളാണ്. നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അങ്ങനെ ഐച്ഛികമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഇബാദത്ത് പതിവാക്കി വന്നാൽ അതിന് പല മേന്മകളും കിതാബുകളിൽ കാണും. മശായിഖുമാര് പറയും, ആത്മീയ ജ്ഞാനമുള്ള ജ്ഞാനികൾ പറയും. അങ്ങനെയുള്ളത് കേട്ടിട്ടോ ഹദീസുകളിൽ നിന്ന് വായിച്ചിട്ടോ പ്രത്യേക ഫലമുണ്ടെന്ന് കാണുമ്പോൾ, ഉദാഹരണം അൽ മുതഇമ, ഒജീനത്തിന് കുടുങ്ങണ്ടാത്ത സൂറത്താണ് യാസീൻ എന്ന് സൂറത്ത് യാസീന് പേര് വെക്കപ്പെട്ടിട്ടുണ്ട്. അത് റസൂലുള്ളാഹിയുടെ തിരുനാക്കിലൂടെ നൽകപ്പെട്ട പേരാണ്. ഒജീനം കൊടുക്കുന്ന സൂറത്ത് അതാണ്. ഈ കാര്യം യാസീൻ കണ്ട് ഓതിയ അപ്പൊ ചോറിട്ടല്ലോ. യാസീൻ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് യാസീൻ ഓതിയ ചോറ് അവിടെ റെഡി ആയിക്കാറും. ഇത് റസൂലുള്ളാഹി തങ്ങൾ മുത്തഇമാന്ന് യാസീനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ആഗ്രഹിക്കുന്ന ഒരാൾ എനിക്കും എന്റെ കുട്ടിയേക്കും അന്നം മുട്ടാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ എന്നും പതിവായിട്ട് യാസീൻ ഓതുക. അത് സുബ്ഹിന്റെ ശേഷം ചിലർ തെരഞ്ഞെടുത്തു, ചിലർ മഗ്‌രിബിന്റെ ശേഷം ഇശാ മഗ്‌രിബിന്റെ അടുക്ക് തെരഞ്ഞെടുത്തിട്ട് അങ്ങനെ ഓതി വന്നാൽ, എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരെ, ജീവിതം മെച്ചപ്പെടുത്തണമെങ്കിലും നമ്മുടെ ജീവിതം ധന്യമാകണമെങ്കിലും ദുന്യവിയായും മുഖറവിയുമായും ദീനിയായും ആത്മീയമായുമുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇത്തരം മുറകളും ഇത്തരം സൂറത്തുകളും ദിക്റുകളും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഔലിയാക്കളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊരു ലേശം മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ മക്കളും ഒക്കെ നന്നാകാൻ. ദുന്യാവും ഉണ്ടെങ്കിൽ ആഖിറുണ്ട്, ദീനിയും ഉണ്ടെങ്കിൽ ദുന്യവിയും ഉണ്ട്. അങ്ങനെയുള്ളതിൽ ഒന്നാണ് യാസീൻ. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് യാസീനിലുണ്ടോ. ഞാൻ ഈ ചോറിന്റെ മാത്രം പറയല്ല, എന്തെങ്കിലും ഒന്ന് ഉദ്ദേശിച്ച് പറയാന്നേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ താല്പര്യമല്ലേ. നമ്മളൊക്കെ തിന്നാവോളാ, അപ്പൊ നമുക്ക് പോലും ചോറ് ആവശ്യം, അതുകൊണ്ട് അത് പറഞ്ഞേ ഉള്ളൂ. എന്നാ ചോറിനെങ്കിൽ ചോറിന് നിത്യം ഒരു യാസീൻ ഓതിയാല് നമുക്കും നമ്മുടെ കുട്ടികൾക്കും ചോറ് കിട്ടുകൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ദാരിദ്ര്യമില്ലാതിരിക്കാൻ പറ്റുന്ന സൂറത്ത് അതൊരാൾ തിരഞ്ഞെടുക്കാം. ഇങ്ങനെ സ്വന്തമായി തെരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആരാധന മുറിയാക്കിയിട്ട് തെരഞ്ഞെടുക്കുന്നത് ആബിദീങ്ങളും സാഹിദീങ്ങളുമായിട്ടുള്ള ആളുകൾ ഓരിങ്ങനെ ലക്ഷ്യം കണ്ടല്ലോ കേട്ടോ. അവരുടെ ആത്മീയ വളർച്ച അള്ളാന്റെ പൊരുത്തം മാത്രം ലക്ഷ്യമാക്കി തെരഞ്ഞെടുക്കുന്ന ഇതാ ഒന്ന്. രണ്ടാമത്തെ ഒന്ന് വിറുദു അഹ്ലുസ്സുലൂക്ക്, സായിരീങ്ങൾ, അള്ളാഹുവിലേക്ക് ആത്മീയമായി യാത്ര നടത്തുന്നവർ. അതാണ് വലിയ ഒരു ഷെയ്ഖിനെ അനുകരിച്ച് ആ ഷെയ്ഖിൽ നിന്ന് പ്രത്യേകം ആത്മീയമായി യാത്ര നടത്തുന്ന ആളുകളുടെ ദിക്റും വിറുദും. അത് ഷെയ്ഖ് എന്ത് നിർദ്ദേശിക്കുന്നോ അതാണ് അവരുടെ ദിക്റും വിറുദും. ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ആരാണ് ഷെയ്ഖ്? അതിന്റെയും കാലാപ്പോ കിനാ പോലെ തന്നെ, സ്വപ്നങ്ങൾ പോലെ തന്നെ ഓരോരുത്തർ ഷെയ്ഖാനങ്ങോട്ട് വരും, എന്തെങ്കിലും ഒല്ലിയിടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം കിട്ടും. അതേറ്റാണ് വന്നാൽ പിന്നെ ഓനെ പിടിക്കുക, ഓനെ പോക്കുക, ഓൻ്റെ അടുത്ത് പോവുക, ഓനാട് റാത്തി പോയിക്കുക, ഓനാട് ചോറ് വെച്ചെടുക്കും. ഇതായിട്ട് നടക്കല നമ്മൾ സാധാരണ പണി. അതിനൊന്നും എന്റെ പ്രിയപ്പെട്ടവർ പോകരുത്. കേൾക്കുമ്പോഴേക്കും അള്ളാന്റെ റസൂലിന്റെ മക്കള് സാദാത്ത് തങ്ങന്മാര് ഓലപ്പിഞ്ഞ് എങ്ങനെയാണെങ്കിലും പിടിച്ചോളി, വല്ല വേജാറൊന്നുമില്ലല്ലോ. റസൂലുള്ളാന്റെ മക്കളല്ലേ, മോമിനീങ്ങളാണ് മനസ്സിലാക്കിയിട്ട് ഈമാൻ ഉണ്ടെങ്കിൽ പിന്നെ ഒരു തങ്ങളെ മക്കളാണ്. അപ്പൊ അതിനാല് വല്ലാതെ പേക്കാനൊന്നുമില്ല. അല്ലാതെ ഏതെങ്കിലും കണ്ടോനൊക്കെ വരുമ്പോഴൊക്കെ അബദ്ധത്തിൽ ചാടും. അപ്പൊ ഈ അബദ്ധത്തിൽ ചാടുന്നതും സൂക്ഷിക്കണതൊക്കെ പറയുമ്പോ അതിനാ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ശരിയായ രീതിയിൽ അറിയപ്പെട്ട മശായിഖുമാര് അവരുമായി ബന്ധപ്പെട്ട് ഉടമ്പടി ചെയ്യുന്ന, അവരുടെ ലക്ഷ്യമാക്കിയിട്ട് അവരെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ആളുകൾക്ക് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് അനുസാരമായിട്ട് അവരുടെ ആത്മാവിന്റെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ സ്റ്റെപ്പിനനുസരിച്ചു തന്നെ പതിവായി പലതും പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞു കൊടുക്കുന്ന ദിക്റുകളും വിറുദുകളുമാണ് രണ്ടാമത്തെ വിറുദ്. അപ്പൊ അവിടെ ഏതാ അവലംബം? സ്വന്തം തെരഞ്ഞെടുക്കല്ല. ഷെയ്ഖ് എന്ത് പറഞ്ഞു കൊടുക്കുന്നുവോ ആ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുന്നത് ഇയാളുടെ ആത്മാവിന്റെ സ്റ്റെപ്പുകളും യാത്രകളും ഇടങ്ങളും താവളങ്ങളും ഒക്കെ അറിയുന്ന ഷെയ്ഖ് അതിന്റെ നിലവാരം അനുസരിച്ചുകൊണ്ട് ഉയർത്തി വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നിർദ്ദേശിക്കുന്ന വിറുദ്. ഇതാണ് രണ്ടാമത്തെ വിറുദ്. മൂന്നാമത്തെ വിറുദ് ആരിഫീങ്ങളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിനെ നല്ലോണം അറിഞ്ഞു കഴിഞ്ഞ ഗുരുവര്യന്മാരിലൂടെ മനസ്സിലാക്കിയിട്ട് ആരിഫീങ്ങളായ ആത്മജ്ഞാനികൾ, ആ ആത്മജ്ഞാനികൾ എന്ന നിലയ്ക്ക് അവർക്ക് കശ്ഫിന്റെ വിവരങ്ങളും മറ്റൊക്കെ കിട്ടിയിട്ട് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്ന വിറുദ്. ഈ മൂന്ന് തരം വിറുദുകൾ, അങ്ങനെയുള്ള വിറുദുകൾ ധാരാളമായി കാണാം. ആ വിറുദുകളിൽ ഒന്നാം നമ്പറിൽപ്പെട്ട വിറുദുകൾ, അതായത് അള്ളാഹു തആലയിലേക്ക് അടുക്കാനും അള്ളാഹു തആലാന്റെ പൊരുത്തം നേടാനും ഉദ്ദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനു തന്നെ പതിവായിട്ടുണ്ടായിരുന്നതാണ് ഇത്തരം വിറുദുകൾ. സ്വഹാബികൾ എല്ലാവരും ഒരുപോലെ ഇബാദത്ത് ചെയ്തിരുന്നവരല്ല. ഇബാദത്തുകൾ ഇഷ്ടം പോലെ വ്യത്യസ്ത രീതിയിലായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്തല്ല മറ്റൊരാളുടെ ഇബാദത്ത്. ഉമർ എന്നവരുടെ രാത്രിയിലുള്ള ഇബാദത്തല്ല വേറൊരാളുടെ ഇബാദത്ത്.
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പകലിലുള്ള ഇബാദത്തല്ല, വേറൊരാളുടെ ഇബാദത്ത്. നിസ്കാര ശേഷമുള്ള ഐച്ഛികമായ ദിക്റുകളും അങ്ങനെ തന്നെ, അതിലൊക്കെ വ്യത്യാസമുണ്ട്. സ്വഹാബാക്കളെ പറ്റി ചരിത്രത്തിൽ കാണാം, വകാന ഫീഹിം മൻ വിറുദുഹു 30,000 30,000. കാന ഫി സ്വഹാബത്തി മൻ വിറുദുഹു ഫിൽ യൗമി 12,000 തസ്ബീഹ. 12,000 തസ്ബീഹുകൾ ദിവസേന ചൊല്ലി വരുന്നവർ സ്വഹാബികളിൽ ഉണ്ടായിരുന്നു. 12,000 തസ്ബീഹ്. ഇത് സാധാരണ നിസ്കാരങ്ങളും മറ്റ് ഇബാദത്തുകളും നബിതങ്ങൾ പ്രത്യേകം പതിവാക്കാൻ പറഞ്ഞ റവാത്തിബ് സുന്നത്തൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തം ആത്മവളർച്ചയ്ക്ക് വേണ്ടി മാത്രം തെരഞ്ഞെടുക്കുന്ന പതിവാക്കി വന്നിരുന്ന 12,000 തസ്ബീഹ്. വകാന മഫീഹിം മൻ വിറുദുഹു 30,000 30,000 തസ്ബീഹ്. വകാന ഫീഹിം മൻ വിറുദുഹു 300 റക്അ ഇലാ 600. 300 മുതൽ 600 വരെ റക്അത്തുകൾ നിസ്കാരം സ്ഥിരമായി തെരഞ്ഞെടുത്തിരുന്നവർ സ്വഹാബാക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വകാന ബഅദുഹും അക്സറു വിർദിഹിൽ ഖുർആൻ. അവരിൽ പലർക്കും അധികവും ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഖുർആനാണ് ഉണ്ടാവാറ്. ഖുർആനാവട്ടെ പലവിധം. വകാന യഖ്തിമുഹുൽ വാഹിദു മിൻഹും ഫിൽ യൗമി മർറ. ഒരു ദിവസം ഒരു ഖത്തം തീർക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ബുഖാരിയിൽ തന്നെ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ ഒരു ദിവസം ഒരു ഖത്തം തീർക്കുമായിരുന്നു. ഒരു ഖത്തം തീർക്കുമായിരുന്നു. നമുക്ക് അത്ഭുതം തോടുന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ മണിക്കൂർ ഒപ്പിച്ചാൽ നടക്കുക? ഓരോരുത്തർ മണിക്കൂർ ഒപ്പിച്ചാലൊന്നും തിരിയൂല. ഇതൊക്കെ ഉണ്ട്. കുറെ ഈ കാര്യങ്ങളിലൊക്കെ സമയം ചുരുക്കി കൊടുക്കുക, അവസരം ചുരുക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹു തആല ചില ചെയ്യുന്ന ധർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഓരോരുത്തരുടേത് കണ്ടാൽ നമുക്കറിയാം. ഒരു മാസം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട റോഡ്, ഒരു കൊല്ലം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ സൗധങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നില്ല. എങ്ങനെ അതൊക്കെ സാധിക്കുമെന്നൊക്കെ ഖുർആൻ പറയുന്നത് കേട്ടാലും നമുക്ക് അങ്ങനെ തോന്നുക. കാനൂ യൻഹിതൂന മിനൽ ജിബാലി ബുയൂതാ. മലകൾ തുരന്നിട്ട് വീടുകൾ ഉണ്ടാക്കിയിരുന്നു, മലകൾ തുരന്നിട്ട് റോഡുകൾ ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെയുള്ള ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്ഭുതമുള്ള ആളുകൾ അത്ഭുതകരമായി ചെയ്തിരുന്ന വേലകൾ ധാരാളം ഖുർആനും പ്രമാണങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ചിലര് ഖത്തം തീർക്കുമ്പോ അത്ഭുതമായി ചെയ്യും. ഇബ്നു മസ്ഊദ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ദിവസം ഖത്തം തീർന്നവരാണ്. അങ്ങനെ തീർത്തിരുന്നവർ ഉണ്ടായിരുന്നു. വകാന ബഅദുഹും യഖ്ദിൽ യൗമ അവൽ ലൈലത ഫി തഫക്കുരി ഫി ആയത്തിൻ വാഹിദ. ഒറ്റ ആയത്തിൽ ചിന്തിച്ചുകൊണ്ട് മാത്രം ഒരു രാത്രി മുഴുവനും കൂടി കഴിയുന്നവർ, അല്ലെങ്കിൽ ഒരായത്തിന്റെ അർത്ഥതലങ്ങൾ ആലോചിച്ചുകൊണ്ട് മാത്രം ഒരു പകല് മുഴുവനും കൂടി നിസ്കാരത്തിലോ ഇബാദത്തിലോ കഴിയുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വകാന ഖുർസ് ഇബ്നു വബ്റ മുഖീമൻ ബിമക്ക. മക്കയിൽ താമസിക്കുന്നവരായിരുന്നു ഖുർസ് ഇബ്നു വബ്റ എന്ന സ്വഹാബി വര്യൻ. അദ്ദേഹം യതൂഫു ഫീ കുല്ലി യൗമിൻ 70 ഉസ്ബുഅ വഫീ കുല്ലി ലൈലത്തിൻ 70 ഉസ്ബുഅ. 70 വട്ടം തവാഫ് പകലിലും ചെയ്യും, 70 വട്ടം തവാഫ് രാത്രിയിലും ചെയ്യും. ഇപ്പൊ വഹാബികൾ അവിടെ ചെന്നാൽ തവാഫ് ഇങ്ങനെ അധികാക്കണ്ട, അന്ന് റസൂലുള്ളാഹി ചെയ്തിട്ടില്ല. ഉംറ അങ്ങനെ വർദ്ധിപ്പിക്കണ്ട, അന്ന് റസൂലുള്ളാഹി ചെയ്തിട്ടില്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആളുകളെ പിന്തിരിപ്പിക്കുക തന്നെ, സക്രമങ്ങളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുക. എന്തൊക്കെ സക്രമങ്ങൾ പെരുപ്പിക്കാൻ ആളുണ്ടോ അവരെ പിന്തിരിപ്പിക്കുക. ഈ സ്വഹാബി വര്യൻ മക്കയിൽ താമസിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് നല്ല സൗകര്യം. അപ്പൊ മൂപ്പര് 70 ത്വവാഫ് പകലും 70 ത്വവാഫ് 70 ചുറ്റു ത്വവാഫ്, അതായത് ഒരു ത്വവാഫിന് തന്നെ 7 വട്ടം ചുറ്റണല്ലോ. അങ്ങനെ കൂട്ടിയിട്ട് 70 ത്വവാഫുകൾ രാത്രിയും 70 ത്വവാഫ് പകലും പതിവാക്കും അദ്ദേഹം. വകാന മഅ ദാലിക യഖ്തിമുൽ ഖുർആന ഫിൽ യൗമി വൽ ലൈലതി മർറതൈൻ. 2 വട്ടം ഖുർആൻ ഒരു രാപ്പകലുകളിലായിട്ട് 24 മണിക്കൂറിൽ ഖത്തം തീർത്തിരുന്നു ഖുർസ് ഇബ്നു വബ്റ എന്ന് പറയുന്നവർ കാണാം. ഇങ്ങനെയുള്ള മഹാത്മാക്കളൊക്കെ ഷെയ്ഖ് മുഹമ്മദ് നൂബി അൽ ജാബി എന്ന് പറയുന്ന ഒരു മഹാൻ, അദ്ദേഹത്തിന്റെ മറാഖിൽ ഉബൂദിയ എന്ന കിതാബ് 34-ാം പേജിൽ ഈ ചരിത്രങ്ങൾ വിവരിച്ചിട്ടുണ്ട്. സ്വഹാബികളുടെ വിരുദുകൾ പറഞ്ഞ ഈ സ്വഹാബികളുടെ ഇത്തരം വിരുദുകൾ പോലെ സ്വന്തമായി ഒരാൾക്കുണ്ടാക്കാം. അള്ളാഹു നമുക്കും പറ്റത്, നമുക്ക് അതൊക്കെ മതി. വലിയ 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 മഹാത്മാക്കൾ നിർദ്ദേശിച്ചു എന്നങ്ങനത്തെ ഒരുപാടുണ്ട്. അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദ് എന്നവരിപ്പോ കണ്ടില്ല നമ്മൾ. റാത്തീബ് ഹദ്ദാദ് റാത്തീബ് ഇല്ലാത്ത വല്ല മനുഷ്യനുണ്ടോ? അപൂർവമായിരിക്കും. മുസ്ലിമീങ്ങൾ വിശ്വാസികളൊക്കെ ചൊല്ലി വരും. ഈ ഹദ്ദാദ് റാത്തീബ് പോലെ മഹാന് നിസ്കരിക്കുമ്പോഴും നിസ്കാരം കഴിഞ്ഞിട്ടും ശേഷം ചൊല്ലി പതിവാക്കേണ്ട സൂറത്തുകളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരം മഹാത്മാക്കളുടെ നിർദ്ദേശം പിടിച്ചുകൊണ്ട് അങ്ങനെ പോയാൽ നമുക്ക് ഒരുപാട് ഉപകാരം കിട്ടും.
ആരും പേക്കൂല. കാരണം കുത്തുബാണ് എന്ന് ലോകം സമ്മതിച്ചവരാണ് അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹദ്ദാദ്. അപ്പൊ അങ്ങനത്തെവരൊന്നും ഉപദേശം കൈകൊണ്ടാ പിഴക്കൂല. കണ്ടോന്റെ ഒപ്പം കൂടി കയ്യും പിടിച്ചിട്ട് പോയാൽ നമ്മൾ ഏത് ഹലാക്കാവൽ കൊണ്ടുപോകണമെന്ന് പറയാനും കഴിയില്ല. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മളിലുള്ള ഭക്തന്മാരെയും അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ആളുകൾക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും ഇതൊക്കെ മഹാത്മാക്കളായ സ്വഹാബികൾ തെരഞ്ഞെടുത്തതുപോലെ. രണ്ടാം ഗണത്തിൽ പെട്ടിട്ടുള്ള വിറുതാണ് നമ്മളിപ്പോ നടത്തി വരുന്ന റാത്തീബുകൾ. അതായത് മശായിഖുമാര് അവരുടെ ആത്മീയ ശിഷ്യന്മാർക്ക് അവരുടെ ആത്മീയ നിലവാരത്തിനനുസരിച്ചുകൊണ്ട് വളർച്ചയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ചു കൊടുക്കുന്ന ദിക്റുകൾ. അതാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ദിക്റുകൾ, റാത്തീബുകൾ. ഈ വിറുത് പതിവാക്കിയോ മാസാന്തമോ വർഷാന്തമോ കാകാം. വർഷത്തിലൊരിക്കൽ ഇത്തരാം നാളിൽ, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഇത്തരാം രാവിൽ, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവ്, അല്ലെങ്കിൽ ദിവസത്തിൽ ഇശാമാരിബിനിടയിൽ സുബഹിന്റെ ശേഷം, അങ്ങനെയൊക്കെ തെരഞ്ഞെടുക്കാം. ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന വിധം മശായിഖുമാർ അവരുടെ ശിഷ്യന്മാർക്ക് നിർദ്ദേശിച്ചു കൊടുക്കുന്ന ദിക്റുകൾക്കാണ് റാത്തീബ് എന്ന് പറയാം. അതാണ് നാട്ടിൽ നടന്നു വരുന്ന റാത്തീബുകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിറുതായി നിത്യവും ആചരിക്കാനായി തെരഞ്ഞെടുക്കപ്പെടുന്ന പതിവായ ഇബാദത്തുകൾ ദിക്റുകളുടെ കൂട്ടത്തിൽ നിന്ന് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി ശൈഖുമാർ അവരുടെ ശിഷ്യന്മാർക്കും മുരീദുമാർക്കും നിർദ്ദേശിച്ചു കൊടുക്കുമ്പോൾ ആ നിർദ്ദേശിച്ചു കൊടുക്കുന്ന തെർത്തീബ് പ്രകാരം ക്രമമായി വന്നത് എന്നുള്ള അർത്ഥത്തിലാണ് റാത്തീബ് എന്ന് പറയുന്നത്. ക്രമീകരിച്ചിട്ടും കൊടുക്കൂലേ, ഇന്നത് ആദ്യം ചൊല്ല, ഇന്നത് ആദ്യം ചൊല്ല, ഇന്നത് ആദ്യം ചൊല്ല. ഉദാഹരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഇത് എങ്ങനെ തന്നെ വരണമെന്നല്ല, ഉദാഹരണം പറയാന്നേ ഉള്ളൂ. ചിലപ്പോ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ്, ചിലർക്ക് ഇല്ല 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 ഇല്ല, ചിലർക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ അടക്കം ചൊല്ലുന്നതിലെ അല്ല അല്ല അല്ല. ചിലർക്ക് അല്ലാഹ് എന്ന് പറഞ്ഞ ആ ഹൂമ മാത്രം അവശേഷിക്കുന്ന രീതിയിൽ വരും. ഇതൊക്കെ ആത്മീയ വളർച്ചക്ക് അനുസരിച്ചുകൊണ്ട് കലിമത്തു തൗഹീദിനെ ക്രമപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുത്ത് തെർത്തീബാക്കി കൊടുക്കുക. അങ്ങനെ തെർത്തീബ് ചെയ്തിട്ട് വരുന്ന റാത്തീബുകളാണ് നമ്മുടെ നാടിൽ പരക്കെ അറിയപ്പെടുന്ന മുഹയ്യദ്ദീൻ റാത്തീബ്, റിഫായി റാത്തീബ്, പൂക്കോയാന്റെ റാത്തീബ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരുപാട് റാത്തീബ് ഇട്ടില്ലേ. ഈ റാത്തീബുകളൊക്കെ ഇങ്ങനെ വരുന്നതാണ്. അതിന്റെ മശായിഖുമാരാണ് പണ്ടും ഇന്നും അത് ഉപദേശിക്കുക, വെറുതെ ഉപദേശിക്കലല്ല. ഇവിടെ പാലടുക്ക മുഹിയുദ്ദീൻ പള്ളിയിൽ റാത്തീബുണ്ട്. വർഷാന്തം ആ റാത്തീബിന്റെ യോഗത്തിന് വരാറുണ്ട്. ഞാനും ബഹുമാനപ്പെട്ട സമൂഹത്തിലൊക്കെ ശൈഖുന അവർകൾ വന്നിരുന്നു. ആ പരമ്പരയായിട്ട് വരുന്നുണ്ട്, വർഷങ്ങളായി വരുന്നുണ്ട്. ഈ വരുന്ന റാത്തീബ് മുഹിയുദ്ദീൻ റാത്തീബ്. അതിവിടെ സ്ഥാപിക്കുന്നതിന് മഹാനാണ്. മഹാനായ ഖാദിരി ത്വരീഖത്തിലെ ഏതെങ്കിലും വലിയ മഹത്തുക്കളിൽപ്പെട്ട വലിയ പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്ന ഒരു റാത്തീബ് ഇവിടെ കഴിച്ചോളൂ, മുഹിയുദ്ദീൻ റാത്തീബ്. അങ്ങനെ അവരുടെ മുമ്പ് നിർദ്ദേശിച്ചു കൊടുത്തതായിരിക്കും ഇദ്ദേഹത്തിന്. അങ്ങനെ പരമ്പരാഗതമായി ഈ ത്വരീഖത്തിൽ വ്യാപൃതരായിട്ടുള്ള മഹത്തുക്കളായ മശായിഖുമാർ അവരുടെ ആത്മദാഹമുള്ള ശിഷ്യന്മാർക്ക് ആത്മവളർച്ചയ്ക്ക് അനുസാരമായിട്ട് ക്രമീകരിച്ചു കൊടുക്കുന്ന വിറുതുകൾ പതിവായി ക്രോഡീകരിക്കപ്പെട്ടതാണ് നാട്ടിൽ നടപ്പുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന റാത്തീബുകൾ. ഈ റാത്തീബുകളുടെ ഒക്കെ പൊതു സ്വഭാവം എന്തെന്ന് വെച്ചാല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദും ആ തൗഹീദിന്റെ കലിമത്തിൽ നിന്നുള്ള ചുരുക്ക വചനങ്ങളും ചുരുക്ക ശബ്ദങ്ങളും ചുരുക്ക ഹർഫുകളും. ചിലപ്പോ ഹർഫാവും, ചിലപ്പോ വാക്കാവും, ചിലപ്പോ ഏതെങ്കിലും ഒരു ചെറിയ ശബ്ദാവും. ഇങ്ങനെയൊക്കെ അവശേഷിക്കും. ഈ രീതിയിൽ വരുന്നതാണ് നമ്മുടെ നാട്ടിൽ വരുന്ന റാത്തീബുകളൊക്കെ. ഇതിലൊക്കെ അള്ളാന്റെ ദാത്തോ അള്ളാന്റെ സിഫാത്തോ ആ അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ശബ്ദങ്ങൾക്ക് ഊന്നൽ നൽകുക. ഞാനിപ്പോ ഉദാഹരണങ്ങൾ ചിന്തിച്ചോളി. ഒരു ശൈഖിനെ അദ്ദേഹത്തിന്റെ ശിഷ്യനിൽ അള്ളാഹു അല്ലാതെ ഇലാഹില്ലാന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ താല്പര്യം. അതിലാർക്കും തർക്കമല്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അറിയാത്ത പോലെ ആരുമില്ല. അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ശൈഖിൻ തന്റെ ശിഷ്യനിൽ ആ ഇല്ല എന്നത് ഉറപ്പിക്കണം. എന്നാ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് ഉറപ്പിക്കാനാണെങ്കിൽ ശൈഖ് അർത്ഥം ഇല്ലാന്ന് നമ്മളാ പറയുന്നത്. ഇല്ല 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 ഇല്ല. നമ്മളില്ലേ മദ്രസിൽ കുട്ടികളെ അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളെ തിരിയാത്ത ഒരു അക്ഷരണ്ടായ വാദ് എന്ന് പറഞ്ഞാൽ അവന് മൊഴിയാൻ കഴിയില്ല.
അപ്പോ 100 വട്ടം പറ എന്ന് പഠിപ്പിക്കൂലേ? ഇതെന്തിനാ? വാദ് എന്നറിയുന്നത് നല്ലോണം ഒഴിഞ്ഞു പഠിപ്പിക്കാൻ. ഈ അധ്യാപനത്തിന്റെ ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് പ്രകാരം ദിക്റിലും പഠിപ്പിച്ചു കൊടുക്കുന്നതിനും ദിക്റിലെ തെർബിയത്തിനുമുണ്ട് ഒരു മെത്തേഡ്. ഈ മെത്തേഡ് അതിന്റെ അധ്യാപകന്മാർക്കാണ് തിരിയുക. ഈ അധ്യാപകന്മാർക്ക് തിരിയുന്ന വിധം ചിലർക്ക് അള്ളാഹു ഒഴികെ അള്ളാഹു ഒഴികെ ആ ഒഴികെ നമ്മൾക്ക് അടിവരട്ട് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു കൊടുത്താൽ ഇല്ല 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 എന്ന് പറഞ്ഞു കൊടുത്താൽ അതാണ് ഇല്ല 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 എന്ന് വരുന്നത്. അല്ലാ ഇലാഹ അഷ്ഹദു അല്ലാ ഇലാഹ അല്ല അല്ല അല്ല. ഇങ്ങനെ ഈ രീതിയിലായി ഇതൊക്കെ വരിക. ഹു 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 ലാ ഇലാഹ ഇല്ലാഹു എന്ന് കാണാം. ഖുർആനിലുള്ളതല്ലേ ലാ ഇലാഹ ഇല്ലാഹു. അള്ളാഹുവിനെ കുറിക്കാൻ അവിടെ ഉപയോഗിച്ച വമീറാണ് ഹു. അപ്പൊ ഹു എന്ന് പറഞ്ഞുമ്പോ കൂടിയിട്ട് അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്ന ശബ്ദം ലഫ്ള് എന്ന അർത്ഥത്തിൽ ഹു 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 എന്നതിന്മേൽ തന്നെ ഊന്നിയിട്ട് അള്ളാഹുവിനെ അവൻ അള്ളാഹു അവൻ അവൻ എന്ന് തന്നെ ആവർത്തിച്ച് പറയാൻ വേണ്ടി 101 വട്ടം 201 വട്ടം 1001 വട്ടം നിർദ്ദേശിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടിലെ ചെറുപ്പക്കാരെ കോമാളിത്തരം കളിപ്പിച്ചിട്ട് വഹാബികൾ പറ്റിക്കും. എന്താ അതൊക്കെ ദിക്റ്? ഇതൊക്കെ എന്തൊരു ദിക്റാ? ഇതൊക്കെ എന്താ അർത്ഥം? ഇതൊക്കെ എന്താ അതിന്റെ നില എന്നൊക്കെ ചോദിച്ചിട്ട് ക്ലിപ്പുകൾ കാണിക്കുന്നതും മറ്റൊക്കെ ഇതാണ്. ഈ രീതിയിൽ കാണുന്ന ദിക്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന്റെ പ്രഭവ സ്ഥാനങ്ങൾ എങ്ങനെയെന്നും ഇത് വരുന്നത് എങ്ങനെയെന്നും അതിന്റെ യഥാർത്ഥ രീതി എന്തെന്നും ഇതിലെ പ്രമേയം എന്തെന്നും മനസ്സിലാക്കിയാൽ നമുക്ക് പിന്നെ ബാക്കിയൊക്കെ ധരിക്കാതെ മനസ്സിലാക്കാം. എല്ലാം കിട്ടണമെന്നില്ല. കിട്ടാതെ ഓതിയാലും ചിലതൊക്കെ കൂലിണ്ടാവും. അതിന് മനസ്സിലാക്കാനുള്ള അർത്ഥം അറിയാതെ ഇന്ന് വരെ വല്ല വഹാബിക്കും അതിന്റെ അർത്ഥം കിട്ടിയിരുന്നു. തന്നെ ഖുർആൻ അർത്ഥം അറിയാതെ ഓതിയാ കൂലി കിട്ടൂലെന്ന് അവരെല്ലാരും ഏകകണ്ഠമായിട്ട് പഠിപ്പിക്കും. എഴുതും ചെയ്യും, പ്രസംഗിക്കും ചെയ്യും. ഖുർആൻ അർത്ഥം അറിയാതെ ഓതിയാ കൂലി കിട്ടൂല. ഖുർആനിൽ എങ്ങനെ അലിഫ്ലാമി എന്ന് വായിക്കാതെ ഓതുക? അലിഫ്ലാമി ഓതാതെ ഖുർആൻ ഓതാൻ കഴിയോ? ഹാമീം ഐൻ സീൻ ഖാഫ് പറയണ്ടേ നമ്മള്? ഇതങ്ങനല്ലാതെ ഓതാൻ കഴിയോ? എല്ലാ വഹാബിന്റെ ഖുർആൻ പരിഭാഷയിലും മലയാളത്തിൽ ഇത് അങ്ങനെ തന്നെ എഴുതി. അങ്ങനെ ചെയ്യുള്ളൂ. ഹാമീം ഐൻ സീൻ അത് ആകെ പേപ്പിക്കും അർത്ഥം. ഹാമീം ഐൻ സീൻ ഖാഫ് എന്നതിന് മലയാളത്തിൽ പരിഭാഷ നോക്കിയാ ഹാമീം ഐൻ ഐൻ സീൻ ഇതിനപ്പുറം കൊടുക്കാൻ കഴിയോ? അല്ലെ ഖാഫ് ദുഃഖം എന്ന് പറയണ ഖാ കൊടുക്കും, അല്ലെ മേഘം എന്ന് പറയണ ഖാ കൊടുക്കും. ഇങ്ങനെയല്ലാതെ എഴുതെങ്ങനെയാ? യഥാർത്ഥത്തിൽ ഹാമീം ഐൻ സീൻ ഖാഫ് അങ്ങനെ തന്നെ ഓതണ്ടേ? അതിനർത്ഥറിയോ? അപ്പൊ അർത്ഥം അറിയാതെ തന്നെ ചില കെലിമത്തുകൾ ദിവ്യവചനങ്ങളായി അല്ലാഹു തആല അറിയിക്കുമ്പോൾ അവ ദിവ്യവചനങ്ങളും ദിക്റുകളുമാണ് എന്ന് പഠിപ്പിക്കലും ഓതലും നമുക്ക് അനിവാര്യവും നിർബന്ധവുമായി വരുന്നത് പോലെ മശായിഖുമാർ അവരുടേതായ പ്രത്യേകതകൾ മനസ്സിലാക്കി ആത്മജ്ഞാനത്തിന്റെ നിറവിൽ, ആത്മജ്ഞാനത്തിന്റെ അളവിൽ, ആത്മജ്ഞാനത്തിന്റെ വിധി അനുസരിച്ച് ഓരോ മുരീദുമാരെയും അളന്നിട്ട് അവർക്ക് നൽകപ്പെടേണ്ട ദിക്റുകൾ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ട് കൽപ്പിക്കുന്ന ദിക്റ് അത്തരം മുരീദുമാരുടെ ഹക്കിൽ അവരുമായി ബന്ധപ്പെട്ട് അത് ദിക്റ. ആ ദിക്റുകൾ ഉച്ചരിക്കുന്നതിന്റെ നേട്ടവും കൂലി അതിനുണ്ടാവും. ശബ്ദം അങ്ങനെയായി, ശബ്ദം ഇങ്ങനെയായി, കുറെ അവർ ആടിപ്പോയി, കുറെ ഈടിപ്പോയി, ഇതൊന്നൊന്നുമില്ല. ആട്ടം കണ്ടിട്ടാ ചിലർ ഷാദുലി ഷാദുലി എന്ന് പറഞ്ഞ റാത്തീബിലു ആട്ടണ്ട് കുറച്ച്. ആട്ടം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ശിഷ്യന്മാർ സ്വഹാബികളിൽ ചിലർ അങ്ങനെ ആടും. ദിക്റ് ചെല്ലുമ്പോൾ സ്വഹാബാക്കൾ ആടിയിരുന്നു എന്ന് നിരവധി ഹദീസുകളിൽ കാണാം. അബൂ നുഐം നിവേദനം ചെയ്യുന്ന പല ഹദീസുകളിൽ കാണാം. അശ്ബഹ്ത ഖൽഖി വഖുലുഖി, സ്വഭാവത്തിലും ആകൃതിയിലും നീ എനിക്ക് സദൃശനാണല്ലോ എന്ന് മഹാനായ അലിയാരുടെ ജ്യേഷ്ഠ സഹോദരൻ ജഅഫർ റളിയല്ലാഹു അൻഹു തങ്ങളവർകളോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ, അനുജ സഹോദരൻ ജഅഫർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ അദ്ദേഹം അങ്ങോട്ട് ആടി തുള്ളി. ആ തുള്ളലിൽ അദ്ദേഹം കുറച്ച് നല്ലോണം ആടിപ്പോയി. അള്ളാന്റെ റസൂലല്ലേ പറയുന്നത്, ആകൃതിയും സ്വഭാവവും എന്റേതുപോലെ തന്നെ നീ എന്ന് പറഞ്ഞപ്പോ നമ്മളെ കുട്ടികള് ക്രിക്കറ്റ് കാണുമ്പോഴോ ഫുട്ബോൾ കാണുമ്പോ എന്നറിയുന്നതൊക്കെ ഇതിലൊക്കെ എന്താ അർത്ഥം നോക്കല? ഇത് അർത്ഥം എന്താന്ന് ചോദിക്കുന്നവനല്ലേ ഭ്രാന്ത്?
ഒരാളൊന്ന് ഗ്രൗണ്ടിൽ കയറിയിട്ട് ചോദിച്ചു നോക്കി, ഇതിനൊക്കെ എന്താ അർത്ഥാടോ നിങ്ങളെ ഈ ആട്ടത്തിനൊക്കെ എന്ന് ചോദിച്ചാല് ഇയാൾക്ക് ഭ്രാന്താന്നറിയും. കാരണം അതൊരു ആസ്വാദനാണ്. ആ ആസ്വാദനത്തിൽ ഇയാളുടെ അവയവങ്ങൾ ഏതിറങ്ങുന്ന ബാട്ടം പിടിക്കാന്നറിയും ഞങ്ങളുടെ നാട്ടിൽ. ബാട്ടം പിടിക്കുക. ഈ ബാട്ടം പിടിക്കുന്ന ചില കാക്കാര് എല്ലാ കലക്കുണ്ടാവും, ഏത് കളിക്കും. ഞങ്ങളുടെ നാടൊരു ഫുട്ബോളിന്റെ വലിയ കേളിയാട്ട നാട് ഈ മമ്പാട്. അതുകൊണ്ട് ഈ ഫുട്ബോൾ ചെറുപ്പത്തിൽ അറിയാത്തവരുണ്ടാവില്ല. ഏതൊരാളും ചില കാക്കാമാരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഗ്രൗണ്ടിലിരിക്കും. കാക്കാമാരെന്താ അറിയോ, ഫുട്ബോൾ പന്തവിടെ ആരെങ്കിലും കാലുകൊണ്ട് തട്ടുമ്പോഴേക്ക് ഇവര് തട്ടൽ കഴിയും. അടുത്തിരിക്കുന്ന മുട്ടാനോ തട്ടാൻ എന്നിട്ട് ബാട്ടം പിടിക്കുക. ഈ ഒരു ബാട്ടം പിടിക്കുന്ന അടുത്ത് നമ്മൾ പുസ്തകം കേൾക്കുമ്പോഴുണ്ടാവും, ഗാനം കേൾക്കുമ്പോൾ അടിച്ചാ ഇടിക്കാന്നൊക്കെ പറയില്ലേ. ഈ രീതിയിലുള്ള ആസ്വാദനം ദിക്റിലും വരൂലേ. ദിക്റിൽ വരുന്ന ആസ്വാദനത്തിൽ ഹിസ് വിട്ടിട്ടോ അവരുടെ ഓർമ്മയും ഇന്ദ്രിയശേഷിയും വിട്ടിട്ടോ അവരറിയാത്ത നിലയിൽ വരുന്ന ചലനങ്ങളോ അവരറിയാത്ത നിലയിൽ വരുന്ന ആട്ടങ്ങളോ അവരറിയാത്ത നിലയിൽ വരുന്ന ചേഷ്ടകളോ അവരറിയാത്ത നിലത്തിൽ വരുന്ന മുഖത്തിനുള്ള വാട്ടങ്ങളോ ഒക്കെ വന്നാല് അത് അവരുടേതായ ഒരു ആസ്വാദന രീതിയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടുള്ളൂ. അത് ശാദിലി തരീഖത്തുകാർക്ക് കുറച്ച് അധികമുണ്ട്. കാരണം അവർ ആത്മീയ ജ്ഞാനം കുറച്ചുകൂടി നിറച്ചു നൽകുന്നവരാണ്. അതിന്റെ പൊരുളുകൾ നല്ലോണം പറഞ്ഞിട്ടുണ്ട്. സൂഫിയന്മാരുടെ അർത്ഥവത്തായ രഹസ്യത്തിന്റെ അറകളായ നിരവധി കിതാബുകളുള്ള ത്വരീഖത്ത് ശാദിലി ത്വരീഖത്താണ്. ഈ ശാദിലി ത്വരീഖത്തിന് അത്ര മഹത്വമുണ്ട്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദർ റളിയല്ലാഹു അൻഹുവിന്റെ ഹിക്കം പോലുള്ള വലിയ വലിയ അർത്ഥവത്തായ കിതാബുകൾ. ഈ കിതാബിലെ അർത്ഥവത്തായ രഹസ്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് വാചകങ്ങളുടെ അന്തർരഹസ്യങ്ങൾ മനസ്സിലാകുക. ഈ അന്തർരഹസ്യങ്ങൾ മനസ്സിലാകുന്ന ആളുകൾ അവരുടെ ഉള്ളിൽ നിന്ന് അവരറിയാതെ വരുന്ന ചേഷ്ടകളോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രത്യേകം പരിശീലിപ്പിക്കപ്പെടുന്ന ചില ആകൃതികളോ ഉണ്ടെങ്കിൽ അതിലൊന്നൊരു മോശമല്ല. അതൊന്നും തെറ്റാണ് എന്നും പറയാനും വയ്യ. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ആസ്വാദനങ്ങളൊക്കെ തള്ളേണ്ടി വരും. ഇതൊക്കെ മനുഷ്യന്റെ മിക്കവാറും അതിൽപ്പെട്ടത്. അതുകൊണ്ടാണ് സൂഫിയന്മാരുടെ ആട്ടങ്ങളും അർക്കങ്ങളും മൊത്തം നമ്മുടെ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നതല്ല, അതൊന്നും വിലക്കപ്പെട്ടതല്ല എന്ന് പണ്ഡിതന്മാർ വിധി എഴുതാൻ കാരണം. അപ്പൊ അത്തരം ആട്ടങ്ങൾ കണ്ടുകൊണ്ട് എതിർക്കാൻ വയ്യ. ചിലര് ചില ശബ്ദങ്ങൾ പുറപ്പെടുമ്പോൾ മുഴുവൻ വരൂല, അത്യാവശ്യം ചില ശബ്ദങ്ങളെ വരുള്ളൂ. അതിൽപ്പെട്ടതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാണ് ആ തുടങ്ങുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തുടങ്ങിയത് അല്ലാഹ് 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 എന്ന് കുറെ വട്ടം കഴിഞ്ഞ ശേഷം പിന്നെ വരും. ഇങ്ങനെ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലത്. വലിയ വലിയ മഹാന്മാരുടെ കാലത്തുണ്ട്. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനിനെ കുറ്റം പറയുന്ന വഹാബി ഉണ്ടോ? ഉണ്ടാവില്ല. പറയാൻ അദ്ദേഹത്തെ പറ്റി പറയാൻ വഹാബികൾ കഴിയില്ല എന്നാ നമ്മളെ പ്രതീക്ഷ. ഇതുവരെ കണ്ടിട്ടില്ല. ഇബ്നു ഹജർ ഹൈത്തമിനെ വല്ലാണ്ട് പറയും. കാരണം അദ്ദേഹം വഹാബികൾ എന്ന് പറഞ്ഞവരെ വല്ലാതെ പറഞ്ഞിട്ടുണ്ട്. വരാൻ പോകുന്നവരാണെങ്കിലും വഹാബി ആശയത്തിൽ ഇബ്നു തീമിയെ വല്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്കലാനി മൃദുഭാഷിയാണ്, നല്ല നിലയ്ക്ക് സംസാരിക്കും. ഇബ്നു തീമിയെ കുറിച്ച് തന്നെ അദ്ദേഹം പറയുക, എന്ത് പറ്റിപ്പോയി അയാൾക്ക്. അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വഷള് അള്ളാഹുവിന്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ പോകുന്നത് ബിദ്അത്താകുന്നു, ഹറാമാകുന്നു എന്ന് പറഞ്ഞതാണ്. ഇബ്നു ഹജർ അസ്കലാനിന്റെ ശൈലി നോക്കണം. വലിയ പണ്ഡിതനാണ്, മഹാനാണ്, ശൈഖുൽ ഇസ്ലാമാണ്, വാഴ്ത്തപ്പെടുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാ അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ട്. അതിൽ അശ്നവി ഏറ്റവും വഷള് അറുവഷളൻ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ പോകാൻ പാടില്ല, അത് കുറ്റകരമാണെന്ന്, ഖബർ സിയാറത്ത് ചെയ്യാൻ മദീനയ്ക്ക് പോകുക എന്ന് പറഞ്ഞ അറുവഷളൻ. തിരിയേണ്ടവനെ തിരിയും ചെയ്യും. വഹാബിക്ക് നല്ല കേമമായി ചീത്ത പറഞ്ഞല്ലോ, ശൈഖുൽ ഇസ്ലാമിനെ ഇബ്നു തീമിയനെ കുറ്റം പറഞ്ഞല്ലോ എന്ന് പറയും. ഇതാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനിന്റെ ശൈലി. അദ്ദേഹത്തിന്റെ കാലത്ത് ഇങ്ങനെ ഒരു റാത്തീബ്, ഈ റാത്തീബ് നടന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം. സുആലുൽ ഇബ്നു ഹജർ അസ്കലാനി, മാ ഖൗലുൽ ഉലമാഇൽ ആമിലീന ഫീ ജമാഅത്തിൻ മിനൽ മുസ്ലിമീന വലബത്ത് ഇൽം ഫുഖറാ യജ്തമിഊന ഫീ ജമാഅ യുസല്ലൂന അൽ ഫരീദത ജമാഅ. ഫർള് നിസ്കാരം പോലും ജമാഅത്തായിട്ട് നിസ്കരിക്കും. കുറെ വിദ്യാർത്ഥികൾ, നിർധനരായ വിദ്യാർത്ഥികൾ നല്ലൊരു സംഘം കൂടിയിട്ട് ചെയ്യും. ثم يذكرون الله ويسبحونه ويهللونه ويكبرونه ويحمدونه. പിന്നെ ദിക്ർ ഏർപ്പെടും. തസ്ബീഹ് ഉണ്ട്, തഹ്ലീൽ ഉണ്ട്, തക്ബീർ ഉണ്ട്, ഹംദ് ഉണ്ട്. ബിൽ വാരിദി ഫി സുന്നത്തി സ്വഹീഹത്തിൽ മഅ്സൂറ. പ്രധാനപ്പെട്ട ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ വന്നിട്ടുള്ള ദിക്റുകളാണ് കൊണ്ടുവരിക. വൈരിദാലിക അല്ലാതെ കൊണ്ടുവരും. മിമ്മാ നുഖില അൻ സലഫി സ്വാലിഹീൻ, സലഫു സാലിഹീങ്ങൾ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടവ.
വയഖ്തിമൂന ദാലിക ബിഫാത്തിഹത്തിൽ കിതാബ്. ഇന്നതൊക്കെ ഫാത്തിഹ ഓതി അവസാനിപ്പിക്കും. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഫാത്തിഹ ഓതി അവസാനിപ്പിക്കും. ثم يذكرون പിന്നെ അങ്ങോട്ട് തുടങ്ങും വേറൊരു ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിഹൈഅത്തിൻ ഇജ്തിമാഇയ്യത്തിൻ, സമ്മേളിതമായ ഒരു രൂപത്തിൽ ഒന്നിച്ചാ ചെല്ല. ഒരാൾ ചൊല്ലിക്കൊടുത്ത് കൃത്യമായിട്ടൊരു തുടങ്ങൽ, കൃത്യമായിട്ടൊരു അവസാനിപ്പിക്കൽ, ആ സാമൂഹിക രീതിയിൽ. യസ്തുറു അൻഹാ റിഖ്ഖത്തുൻ ഫീ ഖുലൂബിഹിം, അപ്പോൾ ഹൃദയം നിർമ്മലമാവുന്ന ഒരവസ്ഥ അവർക്ക് തന്നെ ആസ്വാദ്യമാകും. വജദു ശൗഖ ഫിൽ ഇസ്തിഗ്റാഖ് ഫീ വഹ്ദാനിയത്തി മഅബൂദിഹിം, അപ്പോൾ അവരുടെ ആരാധനായ അല്ലാഹു തആലാന്റെ ഏകത്വത്തിൽ മുങ്ങിപ്പോകും. അങ്ങനത്തെ ഒരു അവസ്ഥ അവർ അനുഭവിക്കും. ഫമിൻഹും മൻ യുസ്മഉ മിൻഹു തൗഹീദുൻ ബിലഫ്ദിൽ ജലാല, അപ്പോൾ ചിലര് അല്ലാഹ് 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 ഫഖത്ത് അല്ലാഹ് 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 എന്ന് മാത്രം ജലാലത്തിന്റെ ലഫ്ദ് ഉച്ചരിച്ചുകൊണ്ട് തൗഹീദിന്റെ വാക്യം ഉച്ചരിക്കും. വമിൻഹും മൻ യുസ്മഉ മിൻഹു ആ ആ ആ ആ അല്ലാഹ് നന്ന ആ ആ ആ എന്ന് മാത്രം വരും. ഫൈദന്തഹാബിഹിം ഹാദൽ ഇസ്തിഗ്റാഖ്, ഇവിടേക്ക് എത്തിയാൽ ഖതമ വാഹിദ് മിൻഹും ബിലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ അങ്ങ് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവിടെ വെച്ച് അവസാനിപ്പിക്കും. വയഖ്തിമു ബാഖിൽ ജമാഅ, ബാക്കിയുള്ളവരൊക്കെ ഇതുകൊണ്ട് അവസാനിപ്പിക്കും. കദാലിക വയദുഊൻ, എന്നിട്ട് ദുആർക്കും വയതഫറഖൂൻ പിരിയും. ഹാദാ ദൗബുഹും, ഇതാണ് അവരുടെ പതിവ്. വഹാലുഹും, ഈ അവസ്ഥ. ഇവർക്കെതിരെ ഒരു വിദ്വാൻ വന്നു. നമ്മൾ വഹാബികളിൽപ്പെട്ട വഹാബിയൊന്നും അല്ല, ഇബ്നു ഹജർ അസ്ഖലാനിന്റെ കാലത്ത് ഇബ്നു തീമിയന്റെ ആൾക്കാരുണ്ട്, മുഹമ്മദ് അബ്ദുൽ വഹാബ്, അയാൾ ജനിച്ചിട്ടില്ല. ഒരാൾ വന്നു കായിലൻ. അയാൾ എന്ത് പറഞ്ഞുകൊണ്ടാ വന്നത്? ഇന്ന ഹാദൽ ഇജ്തിമാഅ വറഫഅ സൗതി ബിദ്ദിക്രി ബിദ്ആ, ഇങ്ങനെ ദിക്റിനും വേണ്ടി സമ്മേളിക്കലും ശബ്ദമുയർത്തലും ബിദ്അത്താകുന്നു, അനാചാരമാകുന്നു, അല്ലാഹും റസൂലും സഹാബത്തും ചെയ്യാത്തതാകുന്നു എന്ന് വഹാബികൾ പറഞ്ഞമാതിരി. വഖാല ആഖറു, വേറൊരു കൂട്ടര് നിശ്ചിതമായ നിരൂപണം, വിമർശനം. അവർ പറയുന്നു ഹാഉലായി കിലാബു യഅഊൻ, ഇത് കൊരക്കുന്ന പട്ടികളാകുന്നു. വേറൊരു കൂട്ടര് വഖാല ആഖറു അദ്ദിക്റു ബിൽ ജഹരി ലൈസ ലഹു അസ്ലുൻ, ഉറക്ക ദിക്ർ ചൊല്ലാൻ അടിസ്ഥാനമില്ല. ലിഖൗലിഹി തആല വദ്കുർ റബ്ബക ഫീ നഫ്സിക തദറുഅൻ വഖഫിയ, വിനയാന്വിതമായി ആരും കേൾക്കാതെ സ്വന്തമായാണ് ദിക്ർ ചൊല്ലേണ്ടത്. വദൂനൽ ജഹർ, ജഹറിലേക്ക് എത്തരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജഹർ കൊണ്ട് പാടില്ല എന്ന് ഒരു കൂട്ടർ മൃദുവായി. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലും പറഞ്ഞു ഖൈറുദ് ദിക്രി മാ ഖഫിയ, കേൾക്കാത്തതും ഒളിഞ്ഞതുമായതാണല്ലോ രഹസ്യമായ നല്ല ദിക്ർ, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു ചിലര്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ഈ ദിക്റിനും വിറുദിനുമെതിരെ പാസാക്കുന്നു. ഫഹൽ യജൂസു മാ യഫഅലുഹു ഹൗലായി ബിഹാദിഹിൽ ഹൈഅത്തി വദ്ദിക്രി ജഹറ അംല, ജഹറൻ അംല, ഉറക്കെയാവട്ടെ അല്ലാതാവട്ടെ ഈ രീതിയിൽ ദിക്റും ചൊല്ലി ഒരുമിച്ച് കൂടി ഇങ്ങനെ ദിക്ർ ചൊല്ലാൻ പറ്റുമോ പറ്റൂലേ എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അവരോട് ചോദിക്കാണ്. പിന്നെ അദ്ദേഹം ചോദ്യത്തിൽ കൂട്ടുന്നു, ثم إن بعض المنكرين أراد أن يدخل عليهم عند اشتغالهم بذكر قارئ للقرآن, ഇവർ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ ഓതിക്കൊണ്ട് ഒരാൾ കടന്നു വന്നാൽ ഫഇദാലം യുബ്തിലു ദിക്റ, ഓല ദിക്ർ പാഴാക്കാതെ, വയസ്കുതു, അവർ അടങ്ങാതെ, വയസ്മഉൽ ഖുർആന, അവർ ഖുർആൻ കേൾക്കാതെ നിന്നാൽ ഫഖദ് ഖാലഫു ഖൗലല്ലാഹി അസ്സ വജല്ല ഫീ ഖൗലിഹി വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ, ഖുർആൻ ഓതുന്നത് കേട്ടാൽ അടങ്ങി നിൽക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞതിനെതിരാവുമല്ലോ. ഈ ദിക്ർ ഒരു ഖുർആനുമായിട്ട് ഒരാൾ ഓതാൻ തുടങ്ങിയാൽ ബലു നിർത്തൂല. വല്ല വഹാബികൾ ഉണ്ടാവേ ഇങ്ങനെ വല്ല പഴുതും വെച്ചുകൊടുത്താൽ എന്താവും? വല്ല റാത്തീബും നടക്കണോടത്തേക്ക് ഒരു ഖുർആനും കയ്യിൽ പിടിച്ചിട്ടാണ്ട് ഓതാൻ വരും. ഇത് കേട്ടാങ്ങളെല്ലാവരും നിർത്തിക്കോണമെന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഇതുകൊണ്ടായി ഈ ചോദ്യക്കാർ ഇത് കൂടി കൂട്ടുന്നത്. ഇങ്ങനെ ആരെങ്കിലും ഒരു ഖുർആനുമായിട്ട് വന്നിട്ട് ഓതിയാണെങ്കിൽ ഇവർ നിന്നൊടുക്കൂല. ഫഹല്ലഹു ദാലിക, ഇങ്ങനെ ചെയ്യാമോ? വഹൽ യജിബു അല സാകിരീന ഹീനൈദിനി സുകൂതു വൽ ഇസ്തിമാഉ, അങ്ങനെ ഒരാൾ മുസാബ് കൊടുത്തിട്ട് ഓതാനോ അല്ലാതെ ഖുർആൻ ഓതാനോ തിരിഞ്ഞാൽ ഇവർക്ക് അതിനു വേണ്ടി അടങ്ങി നിൽക്കൽ നിർബന്ധമാകുമോ? ഇങ്ങനെ കേട്ടില്ലെങ്കിൽ അവർ കുറ്റക്കാരാകുമോ? ഇവരെ ഇക്കോലത്തിൽ ആക്ഷേപിക്കുന്നവരുടെ മേൽ അനിവാര്യമാകുന്നത് എന്തൊക്കെയാണ്? പ്രവൃത്തിയാവട്ടെ വാക്കാവട്ടെ. ഒമാ ജസാഉഹു, ഇങ്ങനെ പറയുന്നവന് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ എന്താകുന്നു? അഫീദുനാ മുസാബീൻ, നിങ്ങൾക്ക് നല്ലോണം പ്രതിഫലം നൽകട്ടെ, നിങ്ങൾ ഇതിനൊരു തീർപ്പ് നൽകണം, ഒരു നല്ല ഫത്വ നൽകണം എന്ന് മഹാനരോട് ചോദ്യം. നല്ല ചോദ്യമല്ലേ? ഞാൻ ഒരു ശ്വാസത്തിനാണ് വായിച്ചതാണ്, വിഷയം മനസ്സിലായല്ലോ. നമ്മളെ റാത്തീബ് പോലെ തന്നെ, റാത്തീബിനെ വിമർശിക്കുന്ന വഹാബികളെ പോലെ കുരക്കുന്ന പട്ടികൾ എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ തിന്നാവോട് ഷാപ്പാട്ടു രാമന്മാരെന്നൊക്കെ പറയണേക്കുള്ളൂ. ഷാപ്പാട്ട് നമ്മൾ കുറച്ചും കൂടി മൃദുവായിട്ടുണ്ട്.
ഭാഷ കുറച്ചും കൂടി പുരോഗമിച്ച് ലോകം കുറച്ചും കൂടി വളർന്നാൽ കുറച്ചും കൂടി മൃദുലമാവും, സംസ്കാരം കുറച്ചും കൂടി പഠിയല്ലോ, അപ്പൊ ലളിതമായിട്ട് വരും. ഇങ്ങനെ വരുന്ന വിമർശനം അന്നുണ്ട്. അതിന് മഹാനർ നൽകിയ മറുപടി നോക്കി, നഅം യജൂസുൽ ജഹ്റു ബിദ്ദിക്രി വഇൻ കാനൽ ഇസ്റാറു അഫ്ളല. പതുക്കെ ചൊല്ലുകയാണ് ഏറ്റവും പുണ്യമെങ്കിലും ദിക്ർ കൊണ്ട് ജഹ്റാക്കാം. വലാ യൽസമു മിൻഹു സൽബുൽ ഫദ്ലി അനിൽ മഫ്ളൂൽ. ഇസ്റാറാണ്, പതുക്കെ ചൊല്ലലാണ് ഏറ്റവും ശ്രേഷ്ഠമെങ്കിലും ഉറക്കെ ചൊല്ലിയാൽ ശ്രേഷ്ഠത ഇല്ലെന്നതിന് വരുമല്ലോ. ബൽ വായത്തു ഖളിയത്തി ദാലിക അൻ യശ്തരിക ഫിൽ ഫദ്ലി വയസീദ അഹദുഹുമാ. രണ്ടിൽ ഒന്നിനിക്ക് കുറച്ചധികം ശ്രേഷ്ഠതയുണ്ട്, രണ്ടും ശ്രേഷ്ഠമാണ് എന്നല്ലേ അതുകൊണ്ട് വരുള്ളൂ. അങ്ങേത്തലാതെ വരൂ, രണ്ടും ശ്രേഷ്ഠമാണ്, പുണ്യമാണ്. ഇസ്റാറാകുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രേഷ്ഠയുണ്ടെന്നേ വരുള്ളൂ. ഉറക്കെ ചൊല്ലുന്നത് ശ്രേഷ്ഠമല്ലെന്ന് പറയാൻ പറ്റില്ല, പുണ്യമല്ലെന്ന് പറയാൻ പറ്റില്ല എന്ന് കുറിച്ച ശേഷം പറയുന്നു, വലൈസത്തു ഫളീലത്തു ദിക്രി സിർരി ലിദാത്തി സിർരി വലാ മഫ്ളൂലിയത്തുൽ ജഹ്രി ലിദാത്തിൽ ജഹ്രി ഖാസ്സ ബൽ സിർറു ഫിസ്സിർരി ബുഅദുഹു അനിൽ റിയാ. പതുക്കെ ദിക്ർ ചൊല്ലണം എന്നതിന്റെ രഹസ്യം പതുക്കെ ചൊല്ലുന്നതിന്റെ മാത്രം പ്രത്യേകതയല്ല, ഉറക്കെ ചൊല്ലുന്നത് അതിലും ലേശം കുറഞ്ഞതാണ് സ്ഥാനം എന്ന് പറയുന്നതും ഉറക്കെ ചൊല്ലി എന്നതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് മാത്രം വരുന്നതല്ല. പിന്നെന്തേ, പതുക്കെ ചൊല്ലണമെന്ന് പറഞ്ഞതിന്റെ അകത്തുള്ള രഹസ്യം മനുഷ്യന്മാരുടെ മുൻപിൽ പ്രകടനപരതയില്ലാതെ, ആളുകളെ ബോധിപ്പിക്കാനില്ലാതെ, ഒറ്റക്ക് ആരും അറിയിക്കാതെ ചെയ്യലാണ് നല്ലത് എന്നാണ്. ഉറക്കെ ചൊല്ലുമ്പോൾ ഇങ്ങനെയുള്ള പ്രകടനപരതയോ ആളുകളെ ബോധിപ്പിക്കലോ വരുന്നില്ലെന്നും അങ്ങനെ സംഘിക്കേണ്ടതില്ലെന്നും നിർഭയനാകുമ്പോൾ ഇന്തഫൽ മഹദൂറുൽ അവ്വലു, പതുക്കെ ചൊല്ലണം എന്നതിന് കാരണമാകുന്ന ആ ന്യായം പോയില്ലേ, അപ്പൊ ഉറക്കെ തന്നെ ചൊല്ലാമെന്ന് വരുമല്ലോ. അങ്ങനെ മൂപ്പരിങ്ങനെ വിവരിക്കുകയാണ്. പതുക്കെ ചെല്ലണം എന്ന് പറയും, ഉറക്കെ ചൊല്ലുന്നത് ബിദ്അത്താവുന്നു പറഞ്ഞിട്ട് ഫലം യൂസിബ്, അവൻ സ്വവാബല്ല പറയുന്നത്, ശരിയല്ല പറയുന്നത്. لأنه ثبت في الصحيح من حديث ابن عباس رضي الله عنهما أن رفع الصوت بالذكر كان على عهد رسول الله صلى الله عليه وسلم حين ينصرف الناس من المكتوبات. ഫർളാക്കപ്പെട്ട 5 വക്ത് നിസ്കാരത്തിൽ നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഉറക്കെ ദിക്ർ ചൊല്ലുക എന്നത് സ്വഹാബാക്കളുടെ പതിവായിരുന്നു എന്ന് ഹദീസിൽ കാണാം. വഹാദാ ലാഹിറുൻ ഫീ മശ്റൂഇയ്യത്തി ദിക്രി ബിൽ ജഹർ, ഉറക്കെ ദിക്ർ ചൊല്ലുന്നത് ശറഇൽ തേടപ്പെട്ട പുണ്യമാകുന്നു എന്നതിൽ ഇത് വ്യക്തമാണ്. വലൗ കാനൽ ഹാമിലു അലാ ദാലിക, ഉറക്കച്ചൊല്ലൽ ബിദ്അത്താണെന്ന് പറയുന്നവരെ അതിന് പ്രേരിപ്പിക്കുന്നത് കൗനുഹു ഫീ മസ്ജിദിൻ വഖ്തസ്സലാ, നിസ്കാരത്തിന്റെ സമയത്താവുക, പള്ളിയിൽ വെച്ചാവുക, നിസ്കാരക്കാർക്ക് ശല്യമാവുക. വയഹ്സുൽ മിൻ റഫീ സൗതി തശ്ബീഷുൻ ഫതർകുൽ ജഹരി ഔലാ, അങ്ങനെയാണെങ്കിൽ ഉറക്കയാക്കൽ ഒരിക്കലും നല്ലത്. വഇല്ലം യഹ്സുൽ തശ്ബീഷും പ്രശ്നമൊന്നുമില്ല, നിസ്കാരക്കാരും അപ്പല്ലെങ്കിൽ ഫഹുവ മഹല്ലുൻ നിസാ, എന്നാൽ പിന്നെ ഏതാണ് ഏറ്റവും പുണ്യം എന്നതിൽ തന്നെ തർക്കമുണ്ട്. ചിലപ്പോൾ ഉറക്ക ചൊല്ലുന്നത് തന്നെ ഏറ്റവും പുണ്യമായി വന്നേക്കാം എന്ന് വിവരിച്ചിട്ട് അദ്ദേഹം പറയുന്നു, കുരക്കുന്ന പട്ടികളാണിവർ എന്ന് ഈ ദിക്റുകാരെ പറ്റി പറയുന്നവൻ വളരെ ഗൗരവതരമായ വഷളായ തരത്തിലുള്ള പിഴവാണ്, അബദ്ധമാണ് അവനെ പറഞ്ഞത്. ഇത് പറഞ്ഞവൻ കാഫിറാകാൻ പോകുന്ന തരത്തിലുള്ള തെറ്റാകുന്നു അവനിൽ നിന്ന് വന്ന, അബദ്ധമാകുന്നു അവനിൽ നിന്ന് വന്ന ആ വാക്യം. അല്ലാഹുവിന്റെ തൗഹീദിന്റെ ശബ്ദങ്ങൾ കൊണ്ട് ദിക്ർ പുറപ്പെടുവിക്കുന്ന ആളുകളുടെ ശബ്ദത്തെ അയാൾ തുലനപ്പെടുത്തിയില്ലേ? ബിമാ ദുക്കിറ, നായ്ക്കളുടെ കുരയോട് നായ്ക്കൾ കുരക്കുന്നത് പോലെ എന്ന് ദിക്റിന്റെ ശബ്ദത്തെ തശ്ബീഹാക്കിയാൽ ഇത് കുഫ്റല്ലേ? ഏതായാലും ഇങ്ങനെ ആക്ഷേപിക്കുന്ന, ഇത് നായ്ക്കളുടെ കൊരയാകുന്നു എന്ന് പറയുന്നവനെ അനുയോജ്യമായ ഭരണാധികാരി വിധിക്കുന്ന ശിക്ഷക്ക് അർഹനാകുന്നു. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് അവനെ മര്യാദ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ നൽകുന്ന ഫത്വ വളരെ പ്രസിദ്ധമാണ്. അൻ-നുസ്റത്തുൻ നബവിയ്യ എന്ന ഗ്രന്ഥത്തിൽ ഇത് വളരെ വിശദമായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മുടെ ദിക്റിന്റെ ഏറ്റവും അവസാനത്തെ നില. എന്ത്? അർത്ഥമില്ലാത്ത ചില ശബ്ദങ്ങൾ വരുന്നു എന്ന് പറയുന്നതാണ് ആക്ഷേപിക്കപ്പെടാവുന്ന ആക്ഷേപത്തിൽ അങ്ങേയറ്റത്തെ ആക്ഷേപം. അതാണ് ഇബ്നു ഹജർ അസ്കലാനിയോട് ചോദിക്കുന്നത്. മാത്രമായിട്ട് വരുന്നു എന്നാ എന്താ? അതൊക്കെ തൗഹീദിന്റെ ശബ്ദങ്ങൾ അവസ്ഥാന്തര രൂപേണ വന്ന് ലോപിച്ച് ലോപിച്ച് ചുരുക്കി 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 AP, KP
EK എന്നൊക്കെ വന്നു കേട്ടില്ലേ? ഇതുപോലെ ഇനീഷ്യലായിട്ട് വരിക എന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ വരുന്നതാകുന്നു ഇത് എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് കിട്ടാവുന്ന ചുരുക്കം. ഈ ചുരുക്ക മറുപടിയാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി ബുഖാരിക്ക് ശറഹ് എഴുതിയിട്ടുള്ള എല്ലാവരും ഫത്ഹുൽ ബാരി ഉദ്ധരിക്കാതെ ഒരു വഹാബിന്റെ പ്രസംഗം അവസാനിപ്പിക്കൂല. അങ്ങനെയുള്ള മഹാനായ ഫത്ഹുൽ ബാരി ഹദീസ് സ്വഹീഹാവുക ലഈഫാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അവലംബം ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ കിതാബുകളാണ്, ഇബ്നു ഹജർ അസ്കലാനിന്റെ. ആ ഇബ്നു ഹജർ അസ്കലാനിയാണ് നമ്മുടെ മൗലിദ് പുണ്യമാണെന്ന് ഫത്വ നൽകിയത്. അതുപോലെ തന്നെ ഇത്തരം ബിരുദുകളും റാത്തീബുകളും പുണ്യമാകുന്നുവെന്നും അതിനെ പട്ടി കുരക്കും പോലെ നായ കുരക്കും പോലെ വെറും ശബ്ദങ്ങൾ എന്നൊക്കെ ആക്ഷേപിക്കുന്നതോ ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ മോശമായി പറയുന്നവരോ ഭരണാധികാരി ഇസ്ലാമിക ഭരണാധികാരിയാണെങ്കിൽ നിശ്ചയിക്കപ്പെടുന്ന ശിക്ഷക്ക് അർഹനാകുന്നു, അവരെ മര്യാദ പഠിപ്പിക്കാൻ ശിക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഗൗരവതരമായി ഫത്വ നൽകിയവരാണ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി. ഇതാണ് നമ്മുടെ റാത്തീബുകളുടെ കഥ എന്ന് ആമുഖമായി റാത്തീബിനെ പറ്റി മനസ്സിലാക്കാവുന്ന ഒരു വിവരം എന്ന നിലക്ക് മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും തുടരെ പഠിക്കാം. ഒരു ക്ലാസ്സിൽ വെച്ചോ ഒരു പ്രസംഗത്തിൽ വെച്ചോ ഇത് പഠിപ്പിക്കാൻ കഴിയൂല. നമുക്ക് പഠിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ അന്വേഷിച്ചു പഠിക്കുക, ചോദിച്ചു പഠിക്കുക, അല്ലെങ്കിൽ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു പഠിക്കുക. ഈ രീതിയിൽ നമുക്കിനി ഇൻഷാ അല്ലാഹ് റാത്തീബുകൾ പഠിക്കാം. ഇതാണ് നമ്മൾ പരമ്പരാഗതമായി നടത്തി വരുന്ന കുത്തുബിയത്ത് റാത്തീബുകളുടെ നില. നമ്മുടെ മഹാന്നതരായ പണ്ഡിതന്മാർ, നമ്മൾ ബഹുമാനിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാർ, നമ്മൾ അവലംബമാക്കുന്ന നമ്മുടെ ദീനിനെയും ഈമാനിനെയും ഇസ്ലാമിനെയും പഠിക്കുന്നതിന് നമ്മൾ അവലംബമാക്കുന്ന നമ്മുടെ പണ്ഡിതന്മാരായ അവലംബങ്ങൾ സൈനുദ്ദീൻ മഖ്ദൂം, സദഖത്തുല്ലാഹിൽ ഖാഹിരി തുടങ്ങിയിട്ടുള്ള യമനിൽ നിന്നും വന്നിട്ട് ഇസ്ലാം ഉണ്ടാക്കാൻ, ഈമാൻ ഉണ്ടാക്കാൻ, ഇൽമു പരത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കിയ മഹത്തുക്കൾ നമുക്ക് തന്നിട്ടുള്ള നല്ല ഔഷധ വീര്യമുള്ള നല്ല ദിക്റുകളും റാത്തീബുകളുമാണ് നമ്മൾ നടത്തി വരുന്നതെന്നും ആ ദിക്റുകളുടെയും റാത്തീബുകളുടെയും ഫലം അറിയാത്ത മൂഢന്മാർ, അതിന്റെ രഹസ്യം തിരിയാത്ത മന്ദന്മാർ, അതിന്റെ ഗൗരവം തിരിയാത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതുതലമുറയിൽപ്പെട്ട ഏതാനും വിവരദോഷികൾ ഇത്തരത്തിലുള്ള മോശങ്ങൾ ഇതിന്റെ പേരിൽ ആരോപിക്കുന്നത് അവജ്ഞയോടുകൂടെ തള്ളേണ്ടതാണെന്നും പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഖുതുബിയത്തുൽ റാത്തീബും എന്ന വിഷയത്തെക്കുറിച്ച് ഈ അവതരണം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദിച്ച് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാനും ഉന്നയിക്കാനുമുള്ള അവസരമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.